വയലിൽ മയക്കണ ബാലുചേട്ടൻ്റെ വണ്ടി അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. കൊച്ചു മരിച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ ആ വണ്ടിയാണ് കണ്ടത്. ഞാൻ കണ്ട ഒരു സത്യം, ഞാൻ എൻ്റെ കണ്ണി കണ്ട ഒരു സത്യം, അതാണ് ഞാൻ ജനങ്ങളോട് പറഞ്ഞത്. സാർ എന്താണ് കണ്ടത്? ഈ സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു ഈ സ്റ്റേറ്റ്മെന്റ് ഇത് സ്റ്റേറ്റ്മെന്റ് അവിടെ എങ്ങനെയാന്ന് അല്ലല്ല നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞത് കൊച്ചാക്കല്ലേ ഇതൊക്കെ. ഇതിനു വേണ്ടിയിട്ട് 6 വർഷം ഞാൻ ത്യാഗം സഹിച്ചിട്ടുണ്ട്. ഒത്തിരി ത്യാഗത്തിന്റെ വില പറയാനൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത് തെളിയിച്ചിട്ടേ ഞാൻ പോവുള്ളൂ. ബാക്കിൽ ചില്ല് പൊട്ടിയ വണ്ടി ആയിരിക്കാം ആക്സിഡന്റ് പറ്റിയത്, ആയിരിക്കാം. ഒരു വ്യക്തത ഇല്ലാത്ത പോലെ ഇപ്പോഴും അത് ഉറപ്പിച്ച് പറയാൻ പറ്റാത്തത് എന്താണ്? ഉറപ്പിച്ച് പറയാൻ പറ്റാത്തതല്ല, ഇതിനൊക്കെ കാരണക്കാരായ CBIക്കാരാണ്. ഈ ഇന്നോവയുടെ ബാക്ക് ഗ്ലാസ് എങ്ങനെ പൊട്ടിയെന്ന് ആരെ കൊണ്ടും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ബാക്കി എല്ലാത്തിനും തെളിവുകളുണ്ട്. ഈ ബാക്കിലെ ഗ്ലാസ് പൊട്ടിയതിന് ഒരു തെളിവില്ല. അപ്പൊ നിങ്ങൾ പറ അങ്ങനെയാണെങ്കിൽ ഈ ചില്ല് പൊട്ടി എങ്ങനെയാന്ന് പറയാം, ഞാൻ മാറാം അതിൻ്റെ അകത്തുനിന്ന്. ബാലഭാസ്കറിന്റെ ഭാര്യ ഇപ്പൊ രശ്മി ഒരു തുറന്നു പറച്ചിലുണ്ടായിരുന്നു, ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, ആവശ്യമില്ലാത്ത വിവാദങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു തുറന്നു പറച്ചിൽ നടത്തിയിരുന്നു. ഒരു 6 വർഷത്തിന് ശേഷമാണ് ആ ഒരു തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നത്. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ലക്ഷ്മി പറഞ്ഞു കേട്ടിട്ട് നിങ്ങൾക്കൊക്കെ പ്രത്യേകത തോന്നി കാണും, മാധ്യമങ്ങൾക്കൊക്കെ. എനിക്കൊന്നും തോന്നിയില്ല. കാരണം വെച്ചാൽ അവര് ക്രൈംബ്രാഞ്ചിന് കൊടുത്ത മൊഴി നിങ്ങൾക്ക് വായിക്കാം. അവർ ഇന്നലെ 3 ആവർത്തി അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തലയ്ക്കാണ് ഗുരുതര പരിക്കേറ്റ്. അത് അവരൊരു മുൻകൂർ ജാമ്യം എടുത്തായിട്ടാണ് ഞാൻ കാണുന്നത്. ഇവരുടെ സർട്ടിഫിക്കറ്റിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, ലക്ഷ്മിക്ക് ഇടതുവശത്ത് അടിയിൽ കത്തി പോലുള്ള ഒരു നേർത്ത ആയുധം കൊണ്ടുള്ള ആഴത്തിലുള്ള ഒരു മുറിവാണ്. അപ്പൊ ഇവര് എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ശരിയാന്ന് പറഞ്ഞു. മാധ്യമങ്ങളോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു നുണയാന്ന് പറഞ്ഞു. കോടതി കൊടുത്തപ്പോൾ പറഞ്ഞു എന്നെ ബ്രെയിൻ മാപ്പിംഗ് നടത്തിയില്ല എന്ന് പറഞ്ഞു. എന്ത് CBI ആണ് ഇത്? അതുകൊണ്ടാണ് എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യണ്ടെങ്കിൽ അത് ലൈവ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ സമ്മതിക്കുള്ളൂ. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ 2018 നമ്മളെല്ലാവരെയും വിഷമത്തിലാക്കിയ വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണം, ആ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 6 വർഷം കഴിഞ്ഞിട്ടും അതിൻ്റെ വിവാദങ്ങൾ ഇപ്പോഴും കെട്ടഴിയാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ വിവാദങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടൊരു പേരാണ് കലാഭവൻ സോബി ജോർജ്. ആ വിവാദങ്ങളെക്കുറിച്ചും അതിൻ്റെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചും അറിയാൻ വേണ്ടി ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നത് സോബി ജോർജ് സാർ തന്നെയാണ്. സാർ നമസ്കാരം. ജോർജ് ഷോ. സാർ, ആദ്യം ഒരു കാര്യം ചോദിക്കട്ടെ. അതായത് ഒരു അപകടമരണമാണെന്ന് എല്ലാവരും വിധി എഴുതിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സംഭവത്തിന് സാർ എങ്ങനെയാണ്, അതൊരു മർഡറാണ്, മർഡറിൻ്റെ ഇതായിട്ടുള്ള കാരണങ്ങളാണ് അതുമായി ബന്ധപ്പെട്ടുണ്ടായത്, ഇങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് എങ്ങനെയാണ്? അപ്പോൾ സാറ് പറഞ്ഞതനുസരിച്ചിട്ട് എല്ലാവരും വിധി എഴുതിയെന്ന് പറയാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അന്വേഷിച്ച സംഘങ്ങൾ, അതായത് കേരള പോലീസിനെ മാറ്റി നിർത്താം, അവർക്ക് ആ അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് നിന്നില്ല. അതിനു മുമ്പ് ക്രൈംബ്രാഞ്ച് CBIയുടെ 2 പതിപ്പ്. ഇവർ രണ്ടുപേരും അന്വേഷിച്ചത് ശരിയല്ലാത്തവരിനല്ലേ ഈ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി 20 ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേസ് രണ്ടാമത് അന്വേഷിക്കാൻ പറഞ്ഞു വിട്ടത്. അപ്പോൾ ഇവർ മടക്കിയത് ശരിയായിരുന്നു എന്ന് ഇപ്പോൾ സാറ് പറഞ്ഞ് കറക്റ്റാണെങ്കിൽ, ഇവർ പറഞ്ഞ് ശരിയാണെന്നാണ് സ്ഥാപിച്ചെങ്കിൽ കോടതി രണ്ടാമത് അന്വേഷണം പറയില്ലല്ലോ. അപ്പോൾ അവരുടെ ആ റിപ്പോർട്ടുകൾ തെറ്റായിരുന്നു എന്ന് കോടതി സമ്മതിച്ചിട്ടുണ്ട്. അതുമാതിരി ഷാജഹാൻ സാർ എന്ന് പറഞ്ഞ സാറ് ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയാതെ പറഞ്ഞിട്ടുണ്ട് ഇതിലും ക്രൈം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് സത്യം. പിന്നെ അടുത്ത ചോദ്യം, ഞാൻ കണ്ട ഒരു സത്യം, ഞാൻ എൻ്റെ കണ്ണി കണ്ട ഒരു സത്യം, അതാണ് ഞാൻ ജനങ്ങളോട് പറഞ്ഞത്. ഉറച്ചു നിൽക്കുന്ന ആ ഒരു മനസ്സിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. കണ്ട ഒരു കാര്യമാണ്. ശരിക്കും അന്നത്തെ സാർ എന്താണ് കണ്ടത്? ഞാൻ ചാലക്കുടിയിൽ നിന്ന് തിരുനെൽവേലിക്കുള്ളൊരു യാത്രാമധ്യേ, എനിക്ക് തിരുനെൽവേലിയിൽ 2 ദിവസം വർക്ക് ഉണ്ടായിരുന്നു. യാത്രാമധ്യേ ചേർത്തല എത്തി. ഇപ്പോൾ അവിടുന്ന് വൈകുന്നേരം ഒരു 5 മണിയായപ്പോഴാണ്, 4:30-5 ആയപ്പോഴാണ് ചാലക്കുടിയിൽ നിന്ന് പുറപ്പെട്ടത്. ഒരു 7:30 ആയപ്പോഴത്തേനും എവിടെ ചേർത്തല എത്തി. ചേർത്തല വന്ന സമയത്ത് എൻ്റെ വണ്ടിയുടെ സർവീസ് ഇൻഡിക്കേഷൻ കത്തി. അപ്പോൾ എൻ്റെ വണ്ടി ഞാൻ സർവീസ് ചെയ്യുന്നത് ബാംഗ്ലൂർ TVSൻ്റെ ബെൻസ് സർവീസ് സെൻ്റർ, ഇത് ബെൻസിൻ്റെ XUV ആയിരുന്നു. അപ്പോൾ ഈ എൻ്റെ വണ്ടിക്ക് സർവീസ് ഇൻഡിക്കേഷൻ കത്തിക്കഴിഞ്ഞാൽ 1000 കിലോമീറ്റർ വണ്ടി ഓടുള്ളൂ. അത് കഴിഞ്ഞ് വണ്ടി ന്യൂട്രാവും, പിന്നെ ഹുക്ക് ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ എൻ്റെ ഡ്രൈവറെ വിളിച്ച് പറഞ്ഞു, നീ രാവിലെ തിരുവനന്തപുരത്ത് എത്തുക, അത് കഴിഞ്ഞിട്ട് എന്നെ തിരുനെൽവേലിയിൽ വിട്ടിട്ട് ഒരേ ലൈനാണ്, ബാംഗ്ലൂർ പോയി നീ വണ്ടി സർവീസ് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോഴത്തേനും എൻ്റെ വർക്ക് കഴിയും, തിരിച്ചു ഒന്നിച്ച് പോരാന്ന് പറഞ്ഞു. അപ്പോൾ കോതമംഗലത്താണ് എൻ്റെ നാട്. കോതമംഗലത്ത് നിന്നുള്ള ആദ്യത്തെ ബസ് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ 11:30 മണിയാവും. അപ്പോൾ അങ്ങനെ ഞാൻ പയ്യെ യാത്ര ചെയ്യണ സമയത്ത് എനിക്ക് ഉറക്കം വന്നപ്പോൾ ഒരു മംഗലപുരത്തിന് സമീപം, മംഗലപുരം ടൗൺ ആ സിഗ്നൽ കഴിയുമ്പോൾ പമ്പുണ്ട്. പമ്പ് ഇപ്പോൾ ഹൈവേ വന്നപ്പോൾ കുറച്ച് സ്ഥലമൊക്കെ പോയി എന്നുള്ള പമ്പ് ഇപ്പോഴും അവിടെ ഉണ്ട്, ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പ്.
അവിടെ കയറി ഒരു CCTV ക്യാമറ ഉണ്ട്. അതിൻ്റെ സൈഡ് ഞാൻ ഇന്ത്യ മുഴുവനും വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ആളാണ് പല ആവശ്യങ്ങൾക്കായിട്ട്. അപ്പോൾ എപ്പോഴും ഞാൻ ഈ വൈകുന്നേരം ഇങ്ങനെ തങ്ങണത് ഒന്നല്ലെങ്കിൽ പെട്രോൾ പമ്പിൽ, പിന്നെ റോഡിലേക്ക് പോയി ഹൈവേയിൽ എല്ലായിടത്തും ഇപ്പം ടോൾ ബൂത്ത് ഉള്ളതുകൊണ്ട് നമുക്ക് നന്നായി സുഖമായിട്ട് കിടന്ന് ഉറങ്ങാനുള്ള സ്ഥലമുണ്ട്. ഇവിടെ എവിടെ പോയാലും ഞാൻ ക്യാമറയുടെ ഫ്രണ്ടിലാണ് കിടക്കുന്നത്. അങ്ങനെ അവിടെ കിടന്ന് ഉറങ്ങുമ്പോൾ അപ്പോൾ ഏകദേശം ഞാൻ അവിടെ ചെന്ന് പാർക്ക് ചെയ്യുമ്പോൾ ഒരു 12 മണി കഴിഞ്ഞിട്ടുണ്ടാവണം, 12:30 ഉള്ളിലായിട്ട്. എന്തോ പൊട്ടണ ഒരു സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ എഴുന്നേക്കണത്. അപ്പോൾ ഏകദേശം 3 മണി 3:15 ആയിക്കാണും. ഒന്നും കറക്റ്റായി നമ്മൾ സമയം നോക്കിയിട്ടില്ല. നോക്കുമ്പോൾ റോഡിലൊരു സ്കോർപ്പിയോ ഒന്ന് നിർത്തിയേക്കണം. അതിൻ്റെ ബോണറ്റയിൽ ആൾക്കാർ മദ്യം വെച്ച് കഴിച്ചിട്ട് 3-4 പേരിൽ നിന്ന് കഴിക്കുന്നു. ആ കുപ്പി റോഡിലേക്ക് എറിഞ്ഞ് പൊട്ടേണ്ട സൗണ്ടാണെന്ന് കേൾക്കുന്നത്. നമ്മുടെ വിഷയമല്ലാത്തവരും നമ്മൾ കിടന്നു. ഞാൻ ഈ കിടക്കുന്ന സ്ഥലവും ഇതായിട്ടൊരു 15 അടി 20 അടി ഗ്യാപ്പ് ഉണ്ടാവും, ഫീബിളായിട്ടുള്ള വെട്ടം. അപ്പോൾ ഈ പമ്പ് രാത്രി ഓപ്പൺ അല്ല, രാത്രി അവിടെ സർവീസ് ഉള്ള പമ്പല്ല. അപ്പോൾ അവിടെ മഞ്ഞ വണ്ടി അടിച്ച സ്കൂൾ ബസ് കണക്കുള്ള ഒരു വലിയ ബസ്സും അതേമാതിരി തന്നെ നീല കളർ അടിച്ചൊരു ബസ്സും മാത്രം അവിടെ കിടപ്പുണ്ടായില്ല, വേറെ വാഹനങ്ങളൊന്നും ഉണ്ടായില്ല അവിടെ. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വണ്ടി വന്ന് നിർത്തുന്ന സൗണ്ട് കേട്ടപ്പോൾ നമ്മുടെ ഉറക്കം പോയില്ല. ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഉറക്കം പോയി. എണീച്ച് നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ വണ്ടി, എൻ്റെ വണ്ടി ഇങ്ങനെ ഫ്രണ്ടിലാണ് കയറിക്കണേ. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ബാക്ക് ഗ്ലാസ്സൊക്കെ കാണാം. ഒരു ഇന്നോവ വണ്ടി വന്ന് നിന്നു. അത് വൈറ്റ് കളറല്ല, ഇന്നോവ വണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ ഡ്രൈവറുടെ സൈഡിൽ നിന്ന് ഒരാൾ ഇറങ്ങി. അപ്പോൾ നന്നായിട്ട് തടിച്ചിട്ട് ഉള്ള ഒരാളാണ്, പൊക്കമുള്ള ഒരാളാണ് ഇറങ്ങിയത്. ഡ്രൈവർ ഓപ്പോസിറ്റ് ഒരാൾ ഇങ്ങനെ കുനിഞ്ഞു ഇരിപ്പുണ്ടായിരുന്നു ഈ സൈഡിൽ, ഈ ലെഫ്റ്റ് സൈഡിൽ. അത് ആണാണോ പെണ്ണാണോ എന്ന് എനിക്ക് അറിയാൻ പറ്റില്ല, നമ്മൾ കണ്ടില്ല. അത് ഫീബിളായിട്ടായിരുന്നു അറിയാൻ പറ്റില്ല. ഇവരിറങ്ങി വന്ന് ഈ സ്കോർപ്പിയോയിലുള്ളവരായിട്ട് സംസാരിച്ച്, ഈ സ്കോർപ്പിയോയിൽ വന്നേക്കുന്ന ഒരു ബെർമൂഡ ഇട്ടുള്ള ആളുണ്ട്, കാവ്യ മുണ്ടെടുത്ത ആളുണ്ട്, ഹാഫ് പാൻറ് ഇട്ടൊക്കെ ആൾക്കാരുണ്ട്. ഇവർ ചെന്നിട്ട് ഈ ഇന്നോവയുടെ ബാക്ക് ഡോർ തുറന്നിട്ട് ഒരാളിങ്ങനെ വലിച്ചിറക്കണം. വലിച്ചിറക്കി കഴിഞ്ഞിട്ട് അയാൾ അബോധാവസ്ഥല്ല, അല്ലെങ്കിൽ അങ്ങനെ ഇറക്കാൻ പറ്റില്ല. ഒരാൾ ഇവിടെ ഇങ്ങനെ കൈ പിടിച്ച് ഒരാൾ ഓപ്പോസിറ്റ് പിടിച്ച് ഇയാളിങ്ങനെ കമത്തി കിടത്തിയിട്ട് 2 സൈഡിൽ നിന്നായിട്ട് ഇങ്ങനെ ഇടിക്കണതാണ് നമ്മൾ കാണുന്നത്. ഓരോ ഇടിക്ക് ഇയാളിങ്ങനെ കൈ പൊക്കുന്നുണ്ട്, സൗണ്ട് എനിക്ക് കേൾക്കാൻ പറ്റണില്ല. അത് കഴിഞ്ഞിട്ട് ഇയാളെ തന്നെ ആ വണ്ടിയിലേക്ക് കൊണ്ട് ഇട്ട് ഡോറടിച്ച് ഇവർ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഈ കൊല്ലം സൈഡിൽ നിന്ന് തന്നെ ഒരു ഇന്നോവ ഇങ്ങനെ വന്നു നിന്നു. ആ ഇന്നോവ വൈറ്റ് ഇന്നോവയാണ്. അതിൽ ഒരു വെള്ളയും ഇട്ട ഒരാൾ, പിന്നെ ഒരു ഫുൾ സ്ലീവ് ഇട്ട ഒരാൾ, 2 പേരും കൂടെ ഇറങ്ങി ഇവരായിട്ട് സംസാരിച്ച് ഒരു 3 അല്ലെങ്കിൽ 4 മിനിറ്റ് മാക്സിമം സംസാരിച്ചിട്ടുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് ഇവർ ഷെയ്ക്കാൻഡ് കൊടുത്ത് പിരിഞ്ഞ് ആ വന്ന് ഇന്നോവ കൊല്ലം സൈഡിലേക്ക് തന്നെ തിരിച്ചു പോയി. ഇത് കഴിഞ്ഞിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയാനുള്ള നിൽക്കുമ്പോൾ ഈ ബെർമുഡ ഇട്ട ആൾ ഈ വണ്ടിയുടെ സ്കോർപ്പിയോയുടെ ഡോറ് തുറന്നിട്ട് ലിവർ എടുത്തിട്ട് ഈ ഇന്നോവയുടെ ബാക്ക് ഗ്ലാസിനിട്ട് അടിച്ചു കഴിഞ്ഞിട്ട് ആ ലിവർ എടുത്ത് വെച്ചു. 2 വണ്ടിയും ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് തിരുവനന്തപുരം സൈഡിലേക്ക് പോയി. ഞാൻ അപ്പം തന്നെ എഴുന്നേറ്റ് ഗ്ലാസ് ഫുള്ള് പൊട്ടിയോ? അത് എനിക്കറിയില്ലല്ലോ, റോട്ടിൽ വണ്ടി ഇങ്ങനെയല്ലേ, അടിക്കുന്ന സൗണ്ട് കണ്ടു. അടിക്കുന്ന സൗണ്ട് ഒന്നൂരും പൊട്ടിയെന്ന് നമുക്ക് അന്നേരം നമുക്ക് മനസ്സിലായില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പം തന്നെ എണീച്ച് അതിൻ്റെ സൈഡിലുള്ള വാഷ്റൂമിൽ പോയി ഫേസൊക്കെ ഒന്ന് കഴിയിട്ട് നമ്മൾ ഇറങ്ങി തിരുവനന്തപുരത്തേക്കുള്ള, നമ്മൾ പിന്നെ അവിടെ കിടന്നില്ല. തിരുവനന്തപുരത്തേക്ക് യാത്ര എത്തി ഒരു 4 കിലോമീറ്റർ കഴിയുമ്പോൾ റോട്ടിൽ ഇങ്ങനെ പുക മൂടി നിൽക്കണായിട്ട് തോന്നണേ. അപ്പോൾ ഞാൻ അവിടെ നോക്കുമ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ നിൽക്കണമെന്ന് സ്വാഭാവികത തോന്നി. ഇപ്പോൾ ഞാൻ വണ്ടി പയ്യെ ചവിട്ടി ഇപ്പം നോക്കുമ്പോൾ ആ വണ്ടിയുടെ ഫ്രണ്ടിൽ കുറേ ആൾക്കാർ ഈ മങ്ങിയ വെട്ടത്ത് നമുക്ക് കാണാം വടിവാളും കുറുവടിയൊക്കെ ആയിട്ട് നിൽക്കുക. അപ്പോൾ ഞാൻ വണ്ടിയുടെ അല്ല റോഡിൻ്റെ നടുക്ക്. അപ്പോൾ ഞാനിത് എന്നെ പറ്റിയെന്ന് പറയുമ്പോൾ നമുക്ക് വണ്ടി മുന്നോട്ട് പോകാനും പറ്റണില്ല. ഇങ്ങനെ നിൽക്കിയിട്ട് ഇങ്ങനെ ഡോറ് തുറന്നാലോ എന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ വന്ന് ഡോറയിൽ വന്ന് ഭയങ്കര ശക്തമായിട്ട് അടിച്ചിട്ട് ഭയങ്കര അസഭ്യമായിട്ട് പറഞ്ഞിട്ട് എന്നെ അവിടെ നിന്ന് വണ്ടി ഓടിക്കുക ചെയ്യണം. അവരുടെ വടിവാളുണ്ട്, കുറുവടി അങ്ങനെ ആയിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ ഈ മുന്നോട്ടേക്ക് പോകാൻ നേരത്ത് ഞാൻ ചുമ്മാ സൈഡിലേക്ക് നോക്കുമ്പോൾ ഗ്ലാസ് ഇങ്ങനെ ഫ്രണ്ട് കയറി കിടക്കുന്ന ഒരു വണ്ടിയുണ്ട്, അതിൻ്റെ ബാക്കിലെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ആക്രമിച്ചാൽ തന്നെ വണ്ടിയായിരിക്കുന്നത്. അപ്പോഴാണ് ഈ വണ്ടിയുടെ കളർ ഏകദേശം മങ്ങിയ കളറിൽ നമ്മളൊരു കാണുന്നുണ്ട്, വൈറ്റ് അല്ല. അപ്പോഴും ബാക്കി ഗ്ലാസ് പൊട്ടിയോണ്ടാണ് നമ്മൾ ഈ കാര്യം തിരിച്ചറിയണം. അങ്ങനെ മുന്നോട്ടേക്ക് പോകാൻ നോക്കുമ്പോൾ മുന്നിൽ നല്ല ബ്ലോക്ക് കണക്കുന്ന ഞാൻ ഇവിടുന്ന് അവിടെ എത്ര സമയത്തിന് മുമ്പ് ഈ പമ്പിൽ നിന്ന് ഇവിടെ എത്ര 4 കിലോമീറ്റർ സമയത്തിന് ഇടയ്ക്ക് ഒരു വണ്ടി ഈ തിരുവനന്തപുരം സൈഡിൽ നിന്ന് കൊല്ലം സൈഡിലേക്ക് അതിവേഗത്തിൽ പോകുന്നുണ്ട്. നമുക്ക് അകലെ നിന്ന് അവിടെ കണ്ടറിയാം, സ്ട്രേറ്റ് റോഡാ, അകലെ നിന്ന് തന്നെയാണ് ഡബിൾ ഇൻഡിക്കേറ്റർ ഓൺ ഞെക്കി പിടിച്ചിട്ടാണ് വണ്ടി തന്നെ. ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ പക്ഷി പറക്കണമാതിരി വണ്ടി പോയി. കാണുമ്പോൾ ഒരു ചുമന്ന കളർ കണക്കാണ് ചെറിയ വട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റിയത്. ആലോചിച്ച് നോക്കുമ്പോൾ അത് ചിലപ്പോൾ സ്വിഫ്റ്റ് ആവാം, സ്വിഫ്റ്റ് വണ്ടി കണക്കാവാം, അത്രയും മാത്രമേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഈ തിരുവനന്തപുരം സൈഡിൽ നിന്ന്, അതായത് കഴക്കൂട്ടം സൈഡിൽ നിന്ന് ഒരാളെ കൊല്ലം സൈഡിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല. തിരുവനന്തപുരത്തേക്ക് 10 കിലോമീറ്റർ 15 കിലോമീറ്റർ ഉള്ളൂ. ഇത്ര വലിയ ഹോസ്പിറ്റലുകളൊക്കെ അവിടെ ഉള്ളത്. അതൊക്കെ അന്ന് ആ സമയത്ത് ഞാൻ ക്രൈംബ്രാഞ്ചുകാരോട് പറഞ്ഞ് അന്വേഷിച്ച് എന്തെങ്കിലും കിട്ടുമായിരുന്നു ആ സമയത്ത്. അങ്ങനെ ചെല്ലുമ്പോഴാണ് ഈ സംഭവങ്ങൾ കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകാൻ പറ്റണില്ല, വണ്ടി ഇങ്ങനെ ബ്ലോക്ക് കണക്ക് പോവുക. അങ്ങനെ നിൽക്കുമ്പോഴത്തേനും ഒരു ആംബുലൻസിൻ്റെ സൗണ്ട് കേൾക്കുക തിരുവനന്തപുരം സൈഡിൽ നിന്ന്. ഈ പോണ സമയത്താണ് ഞാൻ റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ഒരാൾ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് 2 കാലിൽ തുഴഞ്ഞു പോകണം. അയാളുടെ നിന്ന് എന്തൊരു ചെറിയ പൊതി മേടിച്ച് ലെഫ്റ്റ് സൈഡിൽ കൂടെ ഒരു പയ്യന് ഓടിപ്പോകണം ഈ സംഭവ സ്ഥലത്ത് നിന്ന്. ഈ അപകടം കണ്ട് വണ്ടി കിടന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ എനിക്ക് മുന്നോട്ടേക്ക് പോകാനും ഒരു ഇത് കണക്ക്. അപ്പോൾ
ആംബുലൻസ് തന്നെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ വെക്കുന്ന വഴി ബ്ലോക്ക് മാറി മാറി തോന്നുന്നു. നോക്കുമ്പോൾ ഒരു 4-5 വണ്ടി ഫ്രണ്ടിലായിട്ട് ഒരു പച്ച കോളിസ് വണ്ടി സൈഡിലേക്ക് ഒതുങ്ങി. ആ ഒതുങ്ങിയപ്പോൾ അതിൻ്റെ പുറകിലേക്ക് 3-4 വണ്ടി കൂടെ ഒതുക്കി. അപ്പോൾ ഇവരുടെ ആൾക്കാരായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കണം. അങ്ങനെ വെക്കുന്ന ഒരു പക്ഷേ ആ ആംബുലൻസ് അവിടെ നിന്നില്ല. ആംബുലൻസ് നേരെ തിരുവനന്തപുരം സൈഡിലേക്ക് പോവുകയാണ് ചെയ്തത്. അത് ഭയങ്കര സ്പീഡൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് എൻ്റെ വണ്ടി ആരോ പിന്തുടരുന്ന മാതിരി എനിക്ക് ഒരു ഹെഡ്ലൈറ്റ് കണ്ടപ്പോൾ തോന്നിയപ്പോൾ തൊട്ടടുത്തുള്ള ഒരു കട്ട് റോഡിലേക്ക് ഞാൻ കയറി. അവിടെ കിടന്നു. കയറിയപ്പോഴത്തേനും ആ വണ്ടി നേരെ തന്നെ പോയി. എൻ്റെ ഡ്രൈവറെ വിളിച്ചു. ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് എന്താണെന്ന് നമുക്കറിയില്ല, ഞാൻ ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ലൊക്കേഷനും അയച്ചു കൊടുത്തു. ഇതൊക്കെ ഇവർ CDR എടുത്തപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ അയാളെ വിളിക്കണം, ബാക്കി കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തപ്പോൾ അപ്പോഴത്തേക്കും ഒരു 4:30 കഴിഞ്ഞു, 5 മണിയൊക്കെ കഴിഞ്ഞിട്ട് ഈ സമയം വരുമ്പോഴത്തേനും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മങ്ങിയ വെട്ടം വന്നു. അപ്പോഴത്തേക്കും ഫയർ എഞ്ചിൻ ബാക്കി വണ്ടികളൊക്കെ ഇങ്ങോട്ട് നല്ല സ്പീഡിൽ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി റോഡ് ക്ലിയർ ആയി എന്ന് മനസ്സിലായി. ആ സമയത്ത് ഞാൻ അവിടെ നിന്ന് വണ്ടി എടുത്ത് ഇറങ്ങി കഴക്കൂട്ട് എത്തിയപ്പോഴത്തേനും ഡ്രൈവർ എന്നെ വിളിച്ചു, ചേട്ടാ വയലിൽ മയക്കണ ബാലുചേട്ടൻ്റെ വണ്ടി അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്, കൊച്ചു മരിച്ചിട്ടുണ്ട്, അപ്പോൾ ചേട്ടൻ ആ വണ്ടിയാണ് കണ്ടത് ആയിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, നമ്മളെ കഥ അവിടെ അവസാനിച്ചു, നമ്മുടെ മനസ്സിൽ നിന്നും കളഞ്ഞു സാറേ. കാരണം ബാലു മരിച്ചിട്ടില്ല, ഇങ്ങനെ ഇരിക്കുമല്ലേ. അപ്പോൾ പിന്നീട് ഈ സാധനം നമ്മൾ പറയണത് എപ്പോഴാണ്? ഒക്ടോബർ 2 ബാലു മരണപ്പെട്ട് കഴിഞ്ഞിട്ട് അന്ന് രാത്രിത്തെ ഒരു ചാനലിൽ ബാലുവിൻ്റെ അച്ഛൻ ഉണ്ണിച്ചേട്ടൻ വന്ന് ഇങ്ങനെ പറയണ്ട, എൻ്റെ മകനെ കൊന്നു കളഞ്ഞാന്ന് TV കാണുമോ നമ്മൾ. അപ്പോൾ ഞാൻ യാദൃശ്യമായിട്ടാണ് അത് ശരിക്കും കാണുന്നത്. അപ്പം ഞാൻ എൻ്റെ അഡ്വക്കേറ്റ് രാമൻ കർത്തസാറിനെ വിളിച്ചു, സാറേ ഇങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഇതിലൊന്ന് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു, ഒന്ന് പറഞ്ഞാലോ എന്ന് വെച്ചു. അപ്പോൾ സാറ് എന്നോട് സോഫിക്ക് 16 കൂട്ടം പ്രശ്നങ്ങളുണ്ട്, ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഇതിങ്ങനെ കൊണ്ട് തലയിൽ കയറ്റണ്ട, അതെന്താണെന്ന് വെച്ചാൽ അവർ നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് വെച്ചു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സാറ് വിളിച്ചു എന്നെ. അയ്യോ, ആ അച്ഛൻ്റെ സംസാരം കേട്ടിട്ട് നമുക്കും വിഷമമാണല്ലോ സോഫി, ഒരു മകനല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ സോഫിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ആരെയെന്ന് വെച്ച് വിളിച്ചു പറഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പം എനിക്ക് ഇവരായിട്ട് ഒരു കണക്ഷനില്ല, ഒന്നാമത്തെ തിരുവനന്തപുരം നമ്മുടെ ഇവിടെയായിട്ട് ബന്ധമില്ലാണ്ട് നിൽക്കണേ ഓർക്കസ്ട്രയിലൊക്കെ. അങ്ങനെ പാട്ട് പാടുന്ന മധു ബാലകൃഷ്ണൻ ഈ ബാലുവിൻ്റെ ഒരു അകന്ന ബന്ധു എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. മധു എൻ്റെ ഒരു സുഹൃത്താണ്, നമ്മുടെ നാട്ടുകാരനായിരുന്നു. അങ്ങനെ മധുവിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മധു ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ട്, ഈ വിവരങ്ങൾ ഇതേമാതിരി അങ്ങ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മധുവിനോട് ഞാൻ പറഞ്ഞു, എല്ലാം പറഞ്ഞില്ല, ഇങ്ങനെ ആളോടിപ്പോൾ ഇങ്ങനെ കാര്യങ്ങളെ പറഞ്ഞോളൂ, ഒന്ന് കുറച്ച് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് പറഞ്ഞു. അപ്പം മധു പറഞ്ഞു, ചേട്ടാ ബാലുചേട്ടൻ്റെ വീട്ടുകാരായിട്ട് ബാലുചേട്ടൻ നല്ല ബന്ധത്തിലല്ലായിരുന്നു, ഒരു പ്രകാശ് തമ്പി എന്ന് പറഞ്ഞ ആളാണ് മാനേജർ, അദ്ദേഹത്തിൻ്റെ നമ്പർ തരാം, ചേട്ടൻ ഒന്ന് വിളിച്ച് പറഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മധു ഒന്ന് വിളിച്ച് പറഞ്ഞ് എന്നെ ഒന്ന് പരിചയപ്പെടുത്തി തരട്ടോ എന്ന് പറഞ്ഞു. പരിചയപ്പെടുത്തിയിട്ട് മധു എന്നെ തിരിച്ചും വിളിച്ചു. ഞാനും മധുവായിട്ടുള്ള സംസാരത്തിൻ്റെ ഓഡിയോ റെക്കോർഡ് മധു ഈ CBIക്കാർക്കും ഇവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്, എൻ്റെ സംസാരങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എല്ലാം കറക്റ്റാണ് പോണത്. മധു വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ഫോൺ വിളിക്കാം, പ്രകാശ് തമ്പിനെ വിളിച്ച് എടുത്തുമ്പോൾ തന്നെ പറഞ്ഞു, ചേട്ടൻ കണ്ട കാര്യങ്ങളൊന്നും ശരിയല്ല, അങ്ങനെയൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല, ഞാൻ എല്ലാത്തിനെ കുറിച്ച് തിരക്കി. ഞാൻ ഇപ്പം നമ്മൾ ഒരാളെ വിളിച്ചു കഴിയുമ്പോൾ ഇത്രയും പറയണ എന്നാന്ന് ഞാൻ ഓർത്തു. ഇങ്ങനെ മധുവിന് ഇത്ര വിശദീകരിക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടല്ലോ, വെക്കാണ് ഈ കാര്യങ്ങൾ പോയിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ആൾ ഓടിപ്പോണ കണ്ടു, അത് ശരിയാണോ ഒന്ന് തിരക്കുക, അതൊക്കെ ഞങ്ങൾ തിരക്കുക, അതിലൊന്നുമില്ല എന്ന് പറഞ്ഞ് പുള്ളി ഫോൺ വെച്ചു. അപ്പോൾ തന്നെ ഞാൻ മധുവിനെ തിരിച്ചു വിളിക്കാം, അത് അതിൽ എന്തോ എനിക്കത്ര ഒരു സുഖമായിട്ട് തോന്നിയില്ല പറഞ്ഞതിൽ എന്ന് പറഞ്ഞു. അല്ല ചേട്ടാ, പുള്ളി ഭയങ്കര തിരക്കുള്ള ആളാണ്, അതുകൊണ്ടായിരിക്കും, അത് അവർ നോക്കിക്കോളും, വേറെ കുഴപ്പമൊന്നുമില്ല, എൻ്റെ കയ്യിലൂടെ അവർ കണ്ടെത്തിക്കോളും അവിടെ വെച്ചു. അത് മധുവിൻ്റെ കോള് വെച്ചതിൻ്റെ പുറകെ പ്രകാശ് തമ്പി പിന്നെയും വിളിച്ചു എന്നെ. വിളിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു, ചേട്ടാ നാളെ ആറ്റിങ്ങൽ CID അടുത്ത് വരെ ഒന്ന് വന്നം മൊഴി കൊടുക്കേണ്ടി വരും കേട്ടോ എന്ന് പറഞ്ഞു. നമുക്കത് ശേഷം ഇപ്പം പേടിയുള്ള കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിന് കുഴപ്പമില്ല, ഞാൻ എപ്പോഴാണ് വരേണ്ടതെന്ന് വെച്ചാൽ, അല്ല അവർ വിളിച്ചോളൂ, അന്നേരം വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ട് ചേട്ടനെ വിളിക്കും, ചേട്ടൻ്റെ നമ്പർ ഞാൻ സേവ് ചെയ്യുകയാണ്, എൻ്റെ നമ്പർ ചേട്ടൻ സേവ് ചെയ്തേക്കാൻ പറഞ്ഞു. ഞാൻ എപ്പോഴും ഫോണിൽ ബാലു ഫ്രണ്ട് എന്നും പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടിരുന്നത് സേവ് ചെയ്ത് വെച്ചു. വെക്കണേനും പറഞ്ഞു, ചേട്ടൻ വെക്കല്ലേ ഒരു കാര്യമോടെ, ചേട്ടൻ ഇത് ആരോടെങ്കിലും പറഞ്ഞോന്ന് വെച്ചു. നമ്മൾ മധുവിൻ്റെ അടുത്ത് പറഞ്ഞോളൂ, വേറെ ആരോടും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അന്ന് ആരോടും പറയേണ്ട, അത് വാർത്തയാക്കണ്ട കേട്ടോ, ഞങ്ങൾ അന്വേഷിച്ചിട്ട് വേണ്ട ചെയ്തോളാം, എന്തെങ്കിലും ചേട്ടനെ വിളിച്ചോളാം എന്ന് പറഞ്ഞു. അവിടെ തീർന്നു, അവിടെ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. പിന്നെ എനിക്ക് വേറെ വഴിയില്ല ഒരു സ്ഥലത്തും പറയാനായിട്ട്. ഒരു 3 മാസം 4 മാസം കണ്ട് മെയ് മാസത്തിൽ അങ്ങോട്ട് ഇവരെ ആരോ സ്വർണ്ണക്കടത്ത് കേസിൽ പിടിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് വൈകുന്നേരം ഈ ഉണ്ണിച്ചേട്ടൻ TV വന്നിരുന്നിട്ട് പറഞ്ഞു, ഇവരാണ് എൻ്റെ മോനെ കൊന്നത്, ഇവർക്ക് അതിനകത്ത് പങ്കിട്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും എൻ്റെ സാറ് ഫോൺ കണ്ടിട്ട് കർത്ത സാർ എന്നെ വിളിച്ചു, സോബി ആ ഉണ്ണിച്ചേട്ടൻ്റെ നമ്പർ കിട്ടുമെങ്കിൽ എടുത്ത് വിളിച്ച് കാര്യങ്ങൾ പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എറണാകുളത്ത് മനോരമയുടെ ഓഫീസിൽ വിളിച്ചിട്ടാണ് ഈ ഉണ്ണിച്ചേട്ടൻ്റെ നമ്പർ മേടിച്ചിട്ട് ഉണ്ണിച്ചേട്ടനെ വിളിച്ചിട്ട് ഞാൻ ഉണ്ണിച്ചേട്ടനോട് ഈ വിവരങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എനിക്കൊന്ന് കണ്ട് സംസാരിക്കണം, വരാൻ സമയമുണ്ടോ. ഞാൻ പറഞ്ഞു മറ്റന്നാൾ എത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ണിച്ചേട്ടനാണ് മാധ്യമങ്ങളോട് ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഇത്രയാണ് ഞാൻ കണ്ടത്, ഇതല്ലാണ്ട് വേറെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഈ കണ്ടതിന് ഞാൻ ഒട്ടും മാറൂല. ഇതാണ് ഈ സ്റ്റേറ്റ്മെന്റിൽ ഈ സ്റ്റേറ്റ്മെന്റ്. ഇത് സ്റ്റേറ്റ്മെന്റ് അവിടെ എങ്ങനെയാന്നേ, നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞത് കൊച്ചാക്കല്ലേ ഇതൊക്കെ. കാരണം ഇത് ഒരു മനുഷ്യൻ കണ്ട ഒരു കാര്യമാണ്. ഇതിനു വേണ്ടിയിട്ട് 6 വർഷം ഞാൻ ത്യാഗം സഹിച്ചിട്ടുണ്ട്. ഒത്തിരി ത്യാഗത്തിന്റെ വില പറയാനൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത് തെളിയിച്ചിട്ടേ ഞാൻ പോവുള്ളൂ, മടങ്ങില്ല അല്ലാണ്ട് ഈ ലോകത്തുനിന്ന് ഞാൻ. ഒരുപാട് ഇതിന്റെ പേരിൽ ഒരുപാട് അതിനൊന്നും കണക്കല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ കണ്ടത് സത്യമുള്ളതാണ്. എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാമെങ്കിൽ
ഇത് സത്യമുള്ള. ഓക്കെ സാർ, എനിക്ക് അതിൽ ഒന്ന് രണ്ട് ഡൗട്ടുകൾ. കണ്ട കാര്യങ്ങളാണ് സാർ പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, അതെല്ലാം സാർ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളിൽ പറയുന്നു ആ വണ്ടി ആവാനാണ്, അതായിരിക്കാം ബാക്കിൽ ചില്ല് പൊട്ടിയ വണ്ടി ആയിരിക്കാം ആക്സിഡന്റ് പറ്റിയത്, ഇങ്ങനെ ആയിരിക്കാം. ഒരു വ്യക്തത ഇല്ലാത്ത പോലെ ഇപ്പോഴും പറയുന്നുണ്ട്. നമുക്ക് ഉറപ്പിച്ച് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല. അത് ഉറപ്പിച്ച് പറയാൻ പറ്റാത്തത് എന്താണ്? ഉറപ്പിച്ച് പറയാൻ പറ്റാത്തതല്ല, ഇതിനൊക്കെ കാരണക്കാരാ പരനാറികളായ CBI-ക്കാരാ. ഈ CBI-ക്കാരാണ് ഈ കുരുത്തം കെട്ട ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചത്. കാരണം ഇത് സോബി അവിടെ കിടന്നതിന് തെളിവുണ്ട്, സത്യമാണ്. സോബി ചിലപ്പോൾ ഇത് കണ്ടിട്ടുണ്ടാവാം. പക്ഷേ ആ വണ്ടി തന്നെയാണോ എന്ന് എന്താ ഉറപ്പ് എന്ന് ചോദിച്ചു. ഞാൻ എന്താ ഉറപ്പ്? ചില്ല് പൊട്ടിയത് ആ വണ്ടി മാത്രമേ കണ്ടുള്ളൂ, ബാക്കിൽ ചില്ലടിക്കുന്ന ആ വണ്ടി മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ചില്ല് എങ്ങനെ പൊട്ടിയെന്ന് കണ്ടെത്തുക. ഈ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ വണ്ടിയുടെ ഇപ്പം നമ്മൾ ഈ സംസാരിക്കണം വേണ്ട സമയം വരെ ഈ ഇന്നോവയുടെ ബാക്ക് ഗ്ലാസ് എങ്ങനെ പൊട്ടിയെന്ന് ആരെ കൊണ്ടും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ബാക്കി എല്ലാത്തിനും തെളിവുകളുണ്ട്. ഈ ബാക്കിലെ ഗ്ലാസ് പൊട്ടിയതിന് ഒരു തെളിവില്ല. അപ്പം നിങ്ങൾ പറയാൻ അങ്ങനെയാണെങ്കിൽ ഈ ചില്ല് പൊട്ടി എങ്ങനെയാന്ന് പറയാം. ഞാൻ മാറാം അതിൻ്റെ അകത്തുനിന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് ഞാൻ കണ്ട സത്യമാണത്. അത് ഉറപ്പിച്ചല്ലാണ്ട് പിന്നെ ഇതിൽ കൂടുതൽ എങ്ങനെ ഉറപ്പിച്ച് പറയണത്? ഞാൻ ഇതിൽ കൂടുതൽ എങ്ങനെ ഉറപ്പിക്കും? അത് തന്നെയാണെന്ന് പറയുമ്പോൾ ഇവരാണ് അതിനെ കണ്ണിക്കാൻ നോക്കിയത്, ഞാനല്ല അതിനെ കണ്ണിക്കാൻ നോക്കിയത്. ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം വന്നു, ക്രൈംബ്രാഞ്ച് CBI വന്നു. ഇപ്പൊ ഈ 3 പേര് വന്നിട്ടും 4 പേര് CBI രണ്ടാമതും വന്നു. ആരോടാണ് വിശ്വാസം തോന്നിയത്? അല്ല, എന്നെ വിളിക്കാണ്ടിരുന്നത് ആറ്റിങ്ങൽ സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കാതെ ഇരുന്നത്. കാരണം വെച്ചാൽ വിളിക്കാതിരുന്നെന്ന് പറഞ്ഞാൽ അത് അവരിലേക്ക് എത്തുന്നതിന് മുമ്പ് ക്രൈംബ്രാഞ്ചിലേക്ക് പോയി. ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് എനിക്കതാ പറയാൻ പറ്റുള്ളൂ. ആറ്റിങ്ങൽ CI അന്നിരുന്ന CI ഈ കേസ് നല്ല വൃത്തിയായിട്ട് അന്വേഷിച്ചിട്ടുണ്ട്. അയാളുടെ നല്ല സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു FIR-ൽ. അപ്പോൾ അത് അങ്ങേർക്ക് അത് വിശകലനം ചെയ്ത് അന്വേഷിക്കാനുള്ള ഒരു സമയം കൊടുത്തില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അങ്ങേരെ അന്വേഷിച്ചാലും ചിലപ്പോൾ കുറച്ചൊരു തുമ്പുണ്ടായേനെ ആയിരിക്കാം എന്ന് എനിക്ക് തോന്നണം. പിന്നെ ക്രൈംബ്രാഞ്ചിൽ വന്നിട്ട് ഒന്നും സംഭവിച്ചില്ല, CBI-ൽ വന്നിട്ട് ഒന്നും സംഭവിച്ചില്ല, മറ്റേലും വന്നിട്ട് ഒന്നും സംഭവിച്ചില്ല. നമ്മളെങ്ങനെയാണ് വിശ്വസിച്ചത്? നമ്മൾ CBI എന്നൊക്കെ കേൾക്കുമ്പോൾ SN സ്വാമിയുടെ CBI ഡയറക്ടർ സിനിമ നമ്മുടെ മമ്മൂട്ടിയുടെയൊക്കെ പ്രതീക്ഷ അങ്ങ് ചെല്ലണത്. ഇത് ഒരുമാതിരി ഞഞ്ഞാ പിഞ്ഞ ആൾക്കാർ അവിടെ ഇരിക്കണമെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. ഇതൊരു കാര്യമില്ല, CBI-നെ കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല അവിടെ. ഈ കേസിൽ ഇപ്പോൾ സാറ് പറഞ്ഞ സാറ് കണ്ട കാഴ്ചകൾ അവരോട് തുറന്നു പറയുമ്പോൾ അവരത് കേട്ടിട്ട് ഒരു കേസിൽ ഒരു പുരോഗതിയുടെ ഒരു അംശം തോന്നിയത് ആരിലാണ്? അല്ല, അതിൽ ഈ CBI-ക്കാരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഇതെന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ പോലീസിൻ്റെ അടുത്ത് ചെല്ലുന്ന മാതിരിയല്ല. CBI-ക്കാരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർ പറയും ശരിയാണ് കേട്ടോ, എല്ലാം ശരിയാണ്, ഞങ്ങൾ ഇപ്പോൾ റെഡിയാക്കാമെന്ന് പറയും. ഇതൊക്കെ നമ്മൾ ആദ്യം കേട്ട് വിശ്വസിച്ച് പോകുന്ന ആളാണ്. പിന്നെ ചെല്ലുമ്പോൾ മനസ്സിലായി നമ്മൾ പറഞ്ഞ ഇവർ ഒന്നും മൈൻഡ് ചെയ്യാനുള്ള, ഇതിലെ കേട്ട് ഇതിലെ പോവുള്ളൂ. നമ്മൾ ചെന്നിരിക്കുമ്പോൾ നമുക്ക് എന്താണ് വിധി എന്ന് അവർ ആദ്യം എഴുതി വെച്ചിട്ടുണ്ടാവും. പിന്നെ നമ്മൾ വിളിക്കുമ്പോൾ പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന നമ്മൾ അവസാനം വരെ. ഇപ്പം ഏറ്റവും ഈ അടുത്ത് ഇപ്പോൾ ബാലഭാസ്കറിന്റെ ഭാര്യ ഇപ്പൊ രശ്മി ഒരു തുറന്നു പറച്ചിലുണ്ടായിരുന്നു, ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, ഇത് ആവശ്യമില്ലാത്ത വിവാദങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോ ഒരു ഭർത്താവ് പോയിരിക്കുന്നു, മോൻ പോയിരിക്കുന്നു, ഇനി ചിലപ്പോൾ ഇതൊന്നും നേരിടാനുള്ള ശക്തി ഇല്ലാണ്ടാവാം, എന്തോ ഈ ഒരു തുറന്നു പറച്ചിൽ നടത്തിയിരുന്നു. ഒരു 6 വർഷത്തിന് ശേഷമാണ് ആ ഒരു തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നത്. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? മകള് മരിച്ച അമ്മയാന്നല്ലേ പറഞ്ഞത് നിങ്ങള്? മകൻ മരിച്ച അച്ഛനും അമ്മ അപ്പുറം ഉണ്ട്. ലക്ഷ്മിക്ക് പ്രായം കുറവാണ്. ലക്ഷ്മിക്ക് അച്ഛനും അമ്മയും ആങ്ങളെയൊക്കെ ഉണ്ട്. ആ അച്ഛന് ആരുമില്ല. അച്ഛന് കൂട്ടം അമ്മയും അമ്മയ്ക്ക് കൂട്ടം അച്ഛനും ഉള്ളൂ. അത് മറക്കാണ്ട് നമ്മൾ സംസാരിക്കാൻ പറ്റില്ല. തീർച്ചയായും ലക്ഷ്മിക്ക് ഇനിയൊരു ജീവിതം കിടപ്പുണ്ട് വേണമെങ്കിൽ. അവരുടെ പ്രായം അത്രയല്ലേ ഉള്ളൂ. പിന്നെ ലക്ഷ്മി പറഞ്ഞ് കേട്ടിട്ട് നിങ്ങൾക്കൊക്കെ പ്രത്യേകത തോന്നിക്കാണും, മാധ്യമങ്ങൾക്കൊക്കെ. എനിക്കൊന്നും തോന്നിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ 3 വർഷം മുമ്പ് കേട്ടത് ഇവർ ഈ CBI-ക്കും മറ്റവർക്കും കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് അങ്ങ് വായിച്ചു എന്നുള്ളൂ അതിൻ്റെ അകത്ത്. ബാക്കി പിന്നെ പറഞ്ഞൊക്കെ കുറേ കാര്യങ്ങളാണ്. അതിൽ തന്നെ അവർ വ്യത്യാസം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ ക്രൈംബ്രാഞ്ചിന് കൊടുത്ത മൊഴി നിങ്ങൾക്ക് വായിക്കാം, കിട്ടും, പബ്ലിക്കിലുണ്ട്, അത് കോടതിയിലെ ഇതിലുണ്ട്. കൊടുത്ത മൊഴിയിൽ ക്രൈംബ്രാഞ്ചുകാർ ചോദിച്ചു, കലാപോത്സവം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് എന്നാ പറയാമെന്ന് ചോദിച്ചപ്പോൾ അവർ കൊടുത്തേക്കണ മൊഴി കൊല്ലത്ത് ജ്യൂസ് കടയിൽ നിന്ന് ജ്യൂസ് കുടിച്ച ശേഷം പിന്നെ ഞാൻ ഓർമ്മ വരുമ്പോൾ തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിൽ കിടക്കണമെന്നാണ് പറയണത്. ഇന്നലെ അവരതാണ് പറഞ്ഞത്. അവർ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്നല്ലേ പറഞ്ഞത്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, അവർ ഇന്നലെ 3 ആവർത്തി അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തലയ്ക്കാണ് ഗുരുതര പരിക്കേറ്റ്, പിന്നെയും പറഞ്ഞ് തലയ്ക്ക് വരും, അങ്ങനെ 3 പ്രാവശ്യം തലയ്ക്ക് ഗുരുതര പരിക്കേറ്റെന്ന് പറഞ്ഞു. അത് അവരൊരു മുൻകൂർ ജാമ്യം എടുത്തായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം എന്നാന്ന് പറഞ്ഞാൽ ഇവരുടെ സർട്ടിഫിക്കറ്റിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, ലക്ഷ്മിക്ക് ഇടതുവശത്ത് അടിയിൽ കത്തി പോലുള്ള ഒരു നേർത്ത ആയുധം കൊണ്ടുള്ള ആഴത്തിലുള്ള ഒരു മുറിവാണ്
മാരകമായ പരിക്ക് അവർക്കെന്നാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ അത് നമ്മൾ വായിച്ചിട്ട് ഈ എന്നെ തെളിവെടുപ്പിന് വേണ്ടിയിട്ട് CBIക്കാർ ഈ അപകടം നടന്ന സ്ഥലത്ത് കൊണ്ട് വണ്ടിയുടെ അടുത്ത് വന്നപ്പോൾ ഈ അനന്തകൃഷ്ണൻ എന്ന് പറഞ്ഞ സാറിനോട് കേസന്വേഷിക്കുന്ന DSPയുടെ സാറേ ഇതിന് ഈ ഇടത് സൈഡിൽ എവിടെയാണ് കത്തി പോലൊരു ആയുധം, ഒരു സ്ഥലത്ത് ഒരു ചെറിയ ആ ഡോർ പാഡ് പോലും പൊട്ടിയിട്ടില്ല, പിന്നെ എങ്ങനെ ഇവർക്ക് ഈ മുറിവ് വന്നെന്ന് വെച്ചാൽ. അപ്പോൾ പുള്ളി കൂടെ നിന്ന് SIയോട് CIയോട് പറഞ്ഞു, അത് സോബി പറഞ്ഞ കാര്യമുണ്ട്, അത് നോട്ട് ചെയ്യാൻ പറഞ്ഞു. അത് നോട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ പുള്ളീനെ വിളിച്ചു. അപ്പോൾ അന്ന് നല്ല ബന്ധത്തിലിരിക്കുക, CBIയായിട്ട് നല്ല സൗഹാർദ്ദമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ സോബി ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു. അപ്പം നമുക്ക് മനസ്സിലായെന്നു വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഇടിച്ചപ്പോൾ ലോക്കായി പോയല്ലോ, ഇത് തുറക്കാൻ വേണ്ടിയിട്ട് അടുത്ത വീട്ടിലുള്ള ഒരു അപ്പച്ചൻ അവിടുന്ന് പാര എടുത്തുകൊണ്ട് വന്നിട്ട് ഈ ഡോറ് കുത്തി തുറന്നപ്പോൾ പാര കൊണ്ടുള്ള മുറിവാണ്. അന്ന് തൊട്ട് എനിക്ക് CBIയോടുള്ള മതിപ്പ് അങ്ങോട്ട് മാറിപ്പോയി. ശരിക്കും ശാസ്ത്രീയ പരിശോധനയിൽ അത് നേരാണോ നുണയാണോ നമുക്ക് അപ്പം മനസ്സിലാവും. അല്ല, ശാസ്ത്രീയ പരിശോധന എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് അല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സർട്ടിഫിക്കറ്റ് ഇപ്പോഴും ഉണ്ട്, അത് ഒരു സ്ഥലത്തും പോയിട്ടില്ല. അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് കൃത്യമായിട്ട് ആഴത്തിലുള്ളൊരു മുറിവ്, കത്തി പോലുള്ള നേർത്ത ആയുധം എന്നാണ് എഴുതിയേക്കണത്. നേരത്തെ വസ്തു എന്തോ അവരുടെ ഭാഷയിൽ എഴുതിയിട്ടുണ്ട്. അതിനെങ്ങനെ പിന്നെ മാറ്റം ഇനി എങ്ങനെ വരാൻ പോണത്? അപ്പോൾ ഇവരിപ്പോൾ തലയ്ക്ക് പറഞ്ഞേക്കണേ എന്നാ കാരണം പറഞ്ഞേനാ, ഞാൻ എന്നെ ബ്രെയിൻ മാപ്പിങ്ങിന് ഷാർട്ടിയും പിടിച്ച് നടക്കുന്ന ആളാണ്. ഷാർട്ടിയും പിടിച്ച് നടക്കണമെന്നല്ല, അതിൽ തന്നെ അവസാനിക്കുള്ളൂ ഈ സാധനം. അതാണ് ചെയ്യാനുള്ള ഇന്നത്തെ വഴി. അത് ആ ബ്രെയിൻ മാപ്പിങ്ങിൽ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, അത് ലൈവ് വിടണം. ബ്രെയിൻ മാപ്പിംഗ് ലൈവ് കേട്ടോട്ട് ജനം കേട്ടോ, എല്ലാ മീഡിയക്കാർക്ക് നിൽക്കാൻ പറ്റില്ല. അതിനകത്ത് അവർ ക്യാമറ ഫിറ്റ് ചെയ്തിട്ട് മാറിപ്പോട്ടെ, അതിനാണെങ്കിലും ഞാൻ സമ്മതിക്കുള്ളൂ. അതിനൊരു കാരണമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നുണപരിശോധന ഇവർ നടത്തി, ആദ്യത്തെ ഒരു ദിവസം നടത്തി, ഇറങ്ങി പോരുമ്പോൾ നമ്മൾ ഭീഷണിപ്പെടുത്തിയിട്ടില്ല, ഇഞ്ചക്ഷനും ചെയ്തില്ല എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കണം. അത് ഒപ്പിട്ട് കൊടുത്തു. പിന്നെ 2 ദിവസം കഴിയുമ്പോൾ പിന്നെ ഒന്നുകൂടെ വിളിച്ചു. എന്നിട്ട് ഇതേമാതിരി ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, സാർ ഇന്നാൾ എടുത്താലേ പിന്നെ എന്തിനാണ് ഇങ്ങനെ രണ്ടാമതെന്ന് ചോദിച്ചപ്പോൾ ആദ്യം പറഞ്ഞു തന്നെയാണോ ഇനി പറയണതെന്ന് അറിയാനായിട്ട് ഒന്നുകൂടെ കോൺക്രീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് കേസിന് വേണ്ടിയിട്ട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞാൽ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സോബി പറഞ്ഞൊക്കെ കറക്റ്റാണ്, തെളിയും ഇത്, സോബി ഇത് മൊഴി മാറ്റാണ്ടിരുന്ന ഞാൻ ഈ കേസ് തെളിയിക്കുമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ സന്തോഷിച്ചു നിന്നു. 3-4 ദിവസം കഴിഞ്ഞപ്പോഴാണ് വാർത്തകൾ വരികയാണ്, കലാപം സോബി പറഞ്ഞത് നുണയാണ്, നുണപരിശോധന തെളിഞ്ഞു, അതുകൊണ്ട് കേസ് അവസാനിപ്പിക്കാമെന്ന്. പിന്നെ അദ്ദേഹത്തെ വിളിച്ചിട്ട് അദ്ദേഹം ഫോൺ എടുത്തില്ല. മാധ്യമങ്ങൾ നല്ലതായിട്ട് വെച്ചലക്കിയത്. കാരണം വെച്ചാൽ മാധ്യമങ്ങൾ കുറ്റം പറഞ്ഞല്ല, അവർക്ക് CBIയുടെ അടുത്തുനിന്നൊരു മറുപടി കിട്ടുവാണ്, ഇയാൾ പറഞ്ഞു നുണയാണ്, അതുകൊണ്ട് കേസ് അത് ശരിക്കും എയർ ചെയ്തു. അപ്പോൾ കർത്താസാറിനെ വിളിച്ചു, സാറ് ഇങ്ങനെ വാർത്ത വന്നിട്ടുണ്ട്, എന്താ ചെയ്യണമെന്ന് വെച്ചാൽ. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം സോബി, കോടതിയിൽ റിപ്പോർട്ട് വരട്ടെ അന്നേരമൊക്കെ. അപ്പോൾ ആ റിപ്പോർട്ട് വരാൻ 3 മാസം എടുത്തു. വന്നു കഴിഞ്ഞപ്പോൾ ഇവർ അതിൻ്റെ അകത്ത് എഴുതിക്കണേ എന്നാന്നിട്ട്. അപ്പോൾ അതിന് ഒരു 1.5 വർഷം മുമ്പ് എനിക്കൊരു ചെറിയ ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഒരു മേജർ സർജറി കഴിഞ്ഞാൽ. അപ്പോൾ 1.5 വർഷം മുമ്പ് എനിക്കൊരു മേജർ സർജറി കഴിഞ്ഞുകൊണ്ട് എൻ്റെ പൾസ് റീഡായില്ല, അതുകൊണ്ട് ബ്രെയിൻ മാപ്പ് നടത്താൻ പറ്റിയില്ല എന്ന് ഇവർ എഴുതി കൊടുത്തേ. അപ്പോൾ ഇവർ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ശരിയാന്ന് പറഞ്ഞു, മാധ്യമങ്ങളോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു നുണയാന്ന് പറഞ്ഞു, കോടതി കൊടുത്തപ്പോൾ പറഞ്ഞു എൻ്റെ ബ്രെയിൻ മാപ്പിക്ക് നടത്തിയില്ല എന്ന് പറഞ്ഞു. എന്ത് CBI ആണ് ഇത്? എന്ത് CBI ആണ്? ഇപ്പം നിങ്ങളാണ് എൻ്റെ സ്ഥാനത്തെങ്കിൽ ഞാൻ പറഞ്ഞതിൽ സത്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടല്ലേ ഇവർ ഇതേമാതിരി കേസ് അട്ടിമറിക്കാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യണ്ടെങ്കിൽ അത് ലൈവ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ സമ്മതിക്കുള്ളൂ. അത് അങ്ങനെ കാണിച്ചിട്ട് ഞാൻ ഈ കഴിഞ്ഞ മാർച്ച് 15-ാം തീയതി തിരുവനന്തപുരം CBI ഓഫീസിൽ എത്തിയിട്ട് നേരിട്ട് കത്ത് കൊടുത്തിട്ടുണ്ട്. കത്ത് കൊടുത്ത് തന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യണം, അത് ലൈവ് വിടണമെന്ന് പറഞ്ഞാണ്. അപ്പോൾ അദ്ദേഹം പറയും, ഇത് ഇന്ത്യൻ ജുഡീഷ്യറിയിൽ ഇല്ല ഇങ്ങനെ ലൈവ് വിടാനുള്ള. ഞാൻ പറഞ്ഞു ഓരോരുത്തരുടെ ആവശ്യത്തിനല്ലേ നിയമങ്ങൾ തന്നെ. എൻ്റെ ബ്രെയിൻ മാപ്പിങ് ജനം കണ്ടു എന്ന് ഓർത്തുകൊണ്ട് രാജ്യരക്ഷയെ ബാധിക്കണമൊന്നുമില്ല, പൊതുജനങ്ങളെ ബാധിക്കണമൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം ഒരു ഭീഷണിയുടെ സ്വരത്തിൽ ഇങ്ങനെ പറയാം, സോബി 2018 സെപ്റ്റംബർ 25-ന് വെളുപ്പിന് എന്താണ് അവിടെ സോബി കണ്ടതെന്ന് മാത്രം ആയിരിക്കില്ല ചോദിക്കണത്, അതിന് പിന്നിലേക്ക് ചോദിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പിന്നിലേക്ക് എൻ്റെ ജന്മം തൊട്ടല്ലേ ചോദിക്കണേ. ഞാൻ ഒരു വൃത്തിയായിട്ട് ഇപ്പോൾ ഈ ഇത്രയും 56 വയസ്സുണ്ട് എനിക്ക്, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പോക്കിരിത്തരത്തിനൊന്നും പോയിട്ടില്ല, മദ്യമോ ലഹരി ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ അത് ജനം കേട്ടോട്ടെ, എനിക്ക് പ്രശ്നമല്ല. ഇത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എന്ന് പറഞ്ഞൊരു സാധനം എന്നെക്കുറിച്ച് കേൾക്കാണ്ടാവില്ല. പക്ഷേ അവസാനം വരുമ്പോൾ ഞാൻ പറഞ്ഞ് തെളിയില്ലേ, എനിക്ക് അത് മതി എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഓക്കെ, ഒരു ഒറ്റ ഡൗട്ട് കൂടി ചോദിച്ചോട്ടെ. അതായത് നമ്മളൊരു കണ്ട ആ ഒരു സംഭവത്തിൽ 100% ഉറച്ചു നിൽക്കുകയാണ്, 100% ഉറച്ചു നിൽക്കുകയാണ്. 1% പോലും അതെൻ്റെ ചിലപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിയതായിരിക്കോ എന്ന് എവിടെയെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു? ഒരിക്കലും ചിന്തിച്ചിട്ടില്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല, അതിൽ തന്നെ നിൽക്കുകയാണ്. ഇനി ഇതിന്റെ അവസാനം ഈ പറഞ്ഞ ബ്രെയിൻ മാപ്പിംഗ് അല്ലാണ്ട് പിന്നെ എങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ചോദിക്കണേ. നിങ്ങൾ തന്നെ ഒരു ഉദാഹരണം പറഞ്ഞേ, അതിനിട്ട് ഇപ്പോൾ ഒരു സിനിമയും കൂടി എടുക്കാൻ പോവാ, ഗതി ഇട്ടിട്ട് എടുക്കണതാണ്. സിനിമ എടുക്കുന്നത് ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ആഗ്രഹമൊന്നുണ്ട്, അതൊക്കെയാണ് എനിക്ക് പണ്ടേ നടക്കും. 45 വർഷമായി കലാപന്റെ ഒപ്പം നടക്കുമായിരുന്നു, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ പക്ഷേ എൻ്റെ ഒന്നും ആഗ്രഹമില്ല. പക്ഷേ ഗതി ഇട്ടിട്ട് സിനിമ എടുക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എടുക്കാനായിട്ട് ആദ്യം എൻ്റെ ജീവിതകഥ ഒരു OTT പ്ലാറ്റ്ഫോമിൽ, നമുക്കും ഇതൊന്നും അഭിനയിക്കണ്ടേ, നമ്മൾ ജീവിതത്തിലൊന്നും ഇതിങ്ങനെ അഭിനയിച്ചിട്ടില്ല. അതിന് വേണ്ടിയിട്ട് കലാപവൻ സജീവൻ എന്ന് പറഞ്ഞ ആളിപ്പോൾ നിങ്ങളിവിടെ കണ്ടിട്ടുണ്ടാകും. പുള്ളിയാണ് അതിന് ഡയറക്റ്റ് ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് CBI കോർട്ട് ഡയറി എന്നും പറഞ്ഞുകൊണ്ടൊരു സിനിമ വേറെ ഉണ്ട്, അത് കേരളത്തിലെ ഒരു സീനിയർ സംവിധായകനെ ചെയ്യണം.
ചെയ്യണേ. കേരളത്തിൽ മലയാളത്തിനും തമിഴിലും ഒക്കെ സംവിധായകർ അതിൻ്റെ അകത്തുണ്ട്. അത് ഇതിന് ശേഷം അതും വരും. അതിനകത്ത് ബാലുവിൻ്റെ അപ്പം ഈ എൻ്റെ ജീവിതകഥ കൊണ്ട് കലാപം സജീവം ചെയ്യുന്ന സിനിമ വന്ന് നിൽക്കുന്നത് ഞാൻ ആ അപകടം കാണുന്ന സീനില്ല. ഇങ്ങനെ ആ അപകടത്തിന്റെ ഈ വണ്ടി അറ്റാക്ക് ചെയ്യുന്ന സീൻ കണ്ടിട്ടാണ് നമ്മൾ നിർത്തണേ. അത് കഴിഞ്ഞിട്ട് തുടങ്ങുമ്പോൾ ഇതെന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ച് ഈ കേസുകളൊക്കെ ഈ അട്ടിമറിക്കപ്പെട്ട ഈ 6 വർഷത്തെ ഈ ഒരു ഓട്ടം ഉണ്ടല്ലോ, ഇതിനകത്തുള്ള 6 വർഷത്തെ ഓട്ടം നമ്മളെ സിനിമയിൽ കാണിക്കും. ഒരു സെൻസറിങ്ങും കൂടാതെ നമ്മൾ കാണിക്കും. അതാണ് ഇനി ലക്ഷ്യം. നമ്മൾ എന്ത് ചെയ്യും? ഇത്രയധികം തെളിവ് സഹിതം, അതായത് നമ്മുടെ കയ്യിൽ ആവശ്യത്തിനുള്ള തെളിവുകൾ ഉണ്ടെന്ന് സാർ തന്നെ പറയുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നിയമം നമ്മുടെ കൂടെ നിൽക്കാത്തതെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, നിയമം നിൽക്കാത്തതെന്ന് തോന്നിയിട്ടില്ല. നിയമം നിൽക്കാത്തതെന്ന് തോന്നുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി രണ്ടാമത് അന്വേഷണം വെക്കില്ലല്ലോ. ആ രണ്ടാമത്തെ കൊടുത്തേക്കണ അന്വേഷണ ഏജൻസി ഈ കേസ് ഇതിൽ അസ്വാഭാവികത ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കോടതി കൊടുത്തു. തിരുവനന്തപുരം CJM കോടതിയിലാണ് CBI കോടതി നിൽക്കുന്നത്. അവിടെ കൊടുത്തപ്പോൾ കോടതി അവിടെ മേടിച്ചു വെച്ചിട്ടുള്ളൂ. അത് വേണമെങ്കിൽ കോടതിക്ക് ഇത് സ്വീകരിക്കുക, അതിൻ്റെ സ്വാഭാവികമില്ല എന്ന് പറഞ്ഞിട്ട് തള്ള, അല്ലെങ്കിൽ ഇത് ഒന്നുകൂടി ഇതിൽ ക്ലാരിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ട് നടക്കുക. അത് എന്നാന്നുള്ളത് ഈ 27-ാം തീയതി അറിയാം. 27-ാം തീയതി. അപ്പം നമ്മൾ പറഞ്ഞതിൽ സത്യമുണ്ട്, നീതി കിട്ടുമെന്നുള്ളതുകൊണ്ടല്ലേ കോടതി നമ്മളെ സപ്പോർട്ട് ചെയ്തത്. അല്ലെങ്കിൽ കോടതി അത് ചെയ്യില്ലല്ലോ. ഈ ശരിക്കും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഭീഷണികൾ വന്നിട്ടുണ്ട്. അത് ഇഷ്ടംമാതിരി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു പേടിയല്ല, അങ്ങനെ ഒരു ഭീഷണിപ്പെടുത്തുന്നത്. സാധാരണക്കാർ ഇപ്പൊ ഫേസ്ബുക്കിൽ കൂടി വിളിച്ചു പറയുന്നതും അങ്ങനത്തെ ഭീഷണി അല്ലാതെ ഭീഷണിയല്ല. മോഹൻലാൽ മറ്റേ സിനിമ 6-ാം തമ്പുരാൻ പറഞ്ഞ കൂട്ട് ഒരുമാതിരി ഊച്ചാളികൾ പറഞ്ഞ നമ്മൾ കൊല്ലൂന്ന് പറഞ്ഞ കൊല്ലൂട്ടോന്ന് പറയില്ലേ, പറഞ്ഞിട്ടൊരു സീനില്ലേ, അതേമാതിരി തന്നെ പറയണ്ടത്. അതൊന്നും നമ്മളെ ബാധിക്കില്ല. ഈ അടുത്ത കാലത്തും ഉണ്ടായിട്ടുണ്ട്. അടുത്ത കാലത്ത് ഈ രണ്ടാമത്തെ ഈ ചർച്ചകൾ വന്നപ്പോ പറഞ്ഞ് 30 ദിവസത്തിനുള്ള എന്നെ ചിതയിലേക്ക് വെക്കുമെന്ന് പറഞ്ഞു. ചിതയിൽ ലാസ്റ്റ് പറഞ്ഞ അവര് തന്നേക്കണ വാണെങ്കിൽ 10 ദിവസം കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ചാനലുകാരൊക്കെ വെക്കം ചോദിക്കുമ്പോൾ ഞാൻ ഇന്റർവ്യൂ കൊടുക്കണ്ടേ, ഇനി 10-20 ദിവസം കൂടെ ഇല്ലുള്ളൂ. അതിന് പോകുമ്പോൾ എനിക്ക് പറയാനുള്ളത് മാക്സിമം പറയാനുള്ളതൊക്കെ പറഞ്ഞു വെച്ചിട്ടായിരിക്കും ഞാൻ മടങ്ങണത്. ഇങ്ങനെ ആൾക്കാർ വിളിച്ച് ഭീഷണിപ്പെടുത്തും, ഇതൊക്കെ നിയമപാലകർ അറിയിക്കുന്നില്ലേ? അല്ല, എന്തിനാ അറിയിക്കണത്? ഞാൻ പറയാം, എനിക്ക് നിലവിൽ പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇവിടെ വന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പം വിളിച്ച എൻ്റെ സ്റ്റേഷൻ 3 പോലീസ് സ്റ്റേഷനാണ്. അപ്പം ഇവിടുന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ ഫോൺ വെച്ചിട്ട് 5 മിനിറ്റ് അവരെ ആൾക്കാർ വന്നുണ്ട്. എന്താ കാര്യം എന്ന് അന്വേഷിക്കേണ്ട, കുറച്ച് പേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ട്. അത്രയൊക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നമുക്ക് മനസ്സിലാവാത്തതാണ് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും. ഇപ്പോ നമുക്ക് 2 ഭാഗം ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. ചിലപ്പോൾ ഇതൊക്കെ തോന്നലാവാന്ന് ചിന്തിക്കുന്ന ആ തോന്നൽ തെളി. അപ്പം ഞാൻ അതിൻ്റെ ഒരു കാര്യം പറയുമ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഈ CBI എന്നോട് പറഞ്ഞേ. അപ്പം CBI എന്നെ ചില ദിവസം രാത്രി 10 മണിക്ക് വിളിച്ചിട്ടുണ്ട്. 10 മണിക്ക് വിളിച്ചിട്ട് ഒരു സോബി, നമ്മുടെ ഒരു ഉയർന്ന ഒരു ഉദ്യോഗസ്ഥൻ എൻ്റെ നാളെ, അപ്പോൾ സോബിയായിട്ടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ ഒന്ന് എത്താമോ എന്ന് ചോദിച്ചു. എപ്പോൾ എത്തണം സാറേന്ന് ചോദിക്കും. ഞാൻ 11 മണിക്ക് എത്താമെന്ന് ചോദിക്കും. അവരുടെ സമയം അങ്ങനെ 11 മണിയാണ് എത്താമെന്ന് ചോദിക്കുക. ശരി. അപ്പോൾ അതിനിട്ട് ഇവർ ഇങ്ങനെ പല സമയത്തും വിളിച്ചിട്ടുണ്ട്. ഒരു ദിവസം ചെന്നപ്പോൾ അവർ എന്നോട് പറയും, ഞങ്ങൾ സോബിനെ അസമയത്ത് പലപ്പോഴും വിളിച്ചിട്ട് രാവിലെ വരാൻ വിളിക്കട്ടെ. അപ്പം ഞങ്ങൾ സോബിയുടെ അടുത്തുനിന്ന് കേൾക്കാൻ ഉദ്ദേശിക്കണ മറുപടി, സാറേ എനിക്ക് നാളെ ഒരു ആവശ്യം ഉണ്ടല്ലോ, മറ്റന്നാളത്തേക്ക് മതിയൊന്നാണ് ചോദിക്കാൻ നിൽക്കണേ. സ്വാഭാവികമായിട്ട് ചോദിക്കണ ഒരു കാര്യമില്ല. പക്ഷെ സോബി റെഡി എന്ന് പറയും. പിറ്റേ ദിവസം നോക്കുമ്പോൾ 11 വരാൻ പറഞ്ഞ സോബി 10:15 CBI ഗേറ്റ് കിടന്നു തന്നെ ഞങ്ങൾ കാണണം. ഞങ്ങളിത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും കഷ്ടപ്പെട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ സോബിക്ക് എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടാവും. സാറിന് അങ്ങനെ സംശയം ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് തന്നെയല്ല, ജനത്തിനും സംശയം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആ സംശയം ദൂരീകരിക്കേണ്ട ആൾ നിങ്ങൾ തന്നെയാണ്, CBI. അപ്പോൾ ആദ്യം നിങ്ങൾ ബാലുവിൻ്റെ മരണം അവിടെ നിൽക്കട്ടെ, ആദ്യം എനിക്ക് എന്താ ദുരുദ്ദേശം നിങ്ങൾ അന്വേഷിക്കുക, എന്നിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അവരതിനകത്ത് തോറ്റുപോയുള്ളൂ. CBI സലാം പറഞ്ഞോളൂ എൻ്റെ അടുത്ത്. ഒരു കാര്യം, കുറച്ച് വിസ സംബന്ധമായിട്ട് സാമ്പത്തിക കേസുകളുണ്ട് എനിക്ക്. അത് എൻ്റെ സ്വന്തം കേസൊന്നുമല്ല, കലാഭവനിൽ നിന്ന് വെച്ച് തന്ന കിരീടം അത്. അപ്പോൾ അത് തീർന്നു. അതല്ലാണ്ട് സോബിനെ കുറിച്ച് അപ്പം എൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഞാൻ ആദ്യം കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇന്ന കുഴപ്പങ്ങളുള്ള ആളാണ്, എനിക്ക് ഇന്ന ഗുണങ്ങളുണ്ട്, ദൂഷ്യ കുഴപ്പം പറഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് നമ്മൾ അവരുടെ അടുത്തേക്ക് തന്നെ. അപ്പോൾ നോക്കുമ്പോൾ അവർക്ക് പിന്നെ അല്ലെങ്കിൽ ആദ്യം ചെല്ലുമ്പോൾ ഇവർ ഇതായിരിക്കും ചോദിക്കണമെന്ന് എനിക്കറിയാം. ആ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ ഇവർ പറഞ്ഞു, പിന്നെ അതിൻ്റെ അകത്ത് ഒരു കാര്യം എന്നെക്കുറിച്ച് നെഗറ്റീവ് അവർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല, ഇനിയും സാധിക്കില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇത് എൻ്റെ ഡ്രൈവറെ വിളിച്ചു മൊഴിയെടുത്തപ്പോൾ അവരോട് ചോദിച്ചു, ഞാൻ ഏത് ടൈപ്പ് മദ്യമാണ് കഴിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ വണ്ടനായി. അപ്പോൾ അവൻ പറഞ്ഞു, സാറേ ഞാൻ 30 വർഷമായിട്ട് ചേട്ടനെ അറിയാം, ഇന്നൊരു മദ്യം കഴിച്ച് പുകവലിക്കണേ ഞാൻ കണ്ടിട്ടില്ല. അല്ല, അത് നീ അറിയാണ്ടൊക്കെ കഴിക്കണ്ടോ? എന്നാലും സാറ് 30 വർഷം ഞങ്ങൾ ഒത്തിരി സ്ഥലത്ത് ദൂരയാത്രയൊക്കെ പോയിട്ട് അങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ ഇത് വന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ എൻ്റെ ബ്ലഡ് ഊറ്റി കുടിച്ചോ നിങ്ങൾ, ഇതിനകത്തുനിന്ന് ഒരു ആൽക്കഹോളിൻ്റെ അംശം, പുകയുടെ അംശം, ഡ്രഗ്സിൻ്റെ അംശം നിങ്ങൾക്ക് കിട്ടില്ല. അത് എൻ്റെ കഴിവായിട്ടല്ല പറഞ്ഞു, ഇത് എന്നെ കൂടെ സാധിക്കാതെ പോയൊരു കാര്യം, എൻ്റെ കഴിവുകേടായിട്ടാണ് ഞാൻ കൂട്ടുന്നത്. അത് ക്രെഡിറ്റായിട്ട് ആരും കാണണ്ട. പക്ഷെ ഞാൻ സുബോധത്തോടു കൂടി നടക്കുന്ന ആളാണ്, അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടത് കറക്റ്റാണ്, അത് തെളിയിച്ചിട്ട് പോകുള്ളൂ എന്ന് പറഞ്ഞു. അവർക്കൊന്നും പറയേണ്ടതില്ല. ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോ ഒരു 80s 90s കാലഘട്ടത്തിൽ സിനിമകളിൽ കാണുന്ന പോലെ പ്രതിനെക്കാട്ടിയും കൂടുതൽ ഇപ്പൊ സാക്ഷിയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതികളെ അനുഭവങ്ങളെ, പ്രതികൾ രാജാക്കന്മാരായിട്ട് നടക്കുമല്ലേ. പക്ഷെ അത് തെളിയും.
തെളിയും. അതിൽ തന്നെയാണ്, അല്ല, അത് ആ ഒരു തെളിയാൻ- വിശ്വാസത്തിലാണ് അത് നിൽക്കുന്നത്. ഞാൻ മരിക്കുന്നതിന് മുമ്പ്, ഞാൻ കലാകാരനായതുകൊണ്ട് ഞാൻ അണിയറയിലേക്ക് മടങ്ങുമെന്ന് പറഞ്ഞു. അണിയറയിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് ആ ജനങ്ങളോട് പോകുള്ളൂ. പറഞ്ഞിട്ട് ഒരു പോകുള്ളൂ. സംശയം ഈ വേണ്ട. എപ്പോഴെങ്കിലും രശ്മി ഇതുമായി ബന്ധപ്പെട്ട് സാറിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടോ? അതാ ഞാൻ പറഞ്ഞു, അതൊരു വലിയ ദുരൂഹതയാണ്. ഇപ്പം നിങ്ങളുടെ ഒരാൾ എന്തെങ്കിലും ഒരു അപകടത്തിൽ മരണപ്പെട്ടു, അപ്പോൾ ഒരാൾ പുറത്ത് നിന്നിട്ട് പറയാണ് ഇങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിട്ടോ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആദ്യം സ്റ്റേഷനിൽ പോയി പരാതി പറഞ്ഞതിന് മുമ്പ് അയാളോട് പോയി ചോദിക്കില്ലേ, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടില്ല, എന്താ അതിന്റെ സത്യാവസ്ഥ എന്ന് ചോദിക്കില്ലേ? 6 വർഷം കഴിഞ്ഞു, അവർ വിളിക്കണ്ട. എറണാകുളത്തുള്ള ഒത്തിരി ലീഡിങ് ആർട്ടിസ്റ്റുമാർ എൻ്റെ നല്ല സുഹൃത്തുക്കളുണ്ട്, അവരൊക്കെ തന്നെ ഇവരും സുഹൃത്തുക്കളായിട്ടുണ്ട്. അവർ വഴി ഒന്നും ചോദിക്കാൻ പാടില്ല. ഇങ്ങനെ നിങ്ങൾ പറയേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ, അത് അങ്ങനെ ഇല്ല ചേട്ടാ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും അവർക്ക് പറയാൻ പറ്റില്ല. നേരിട്ട് വേണ്ട ഒരു മധ്യസ്ഥം വഴി വേണ്ട, അവർ വന്ന് സംസാരിക്കൊന്നും വേണ്ട, നമുക്ക് അതിൻ്റെ താല്പര്യമില്ല, ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഇതൊക്കെ ദുരൂഹത വർദ്ധിപ്പിക്കണേ ഉള്ളൂ. അതിപ്പോൾ ഇന്നലെ ഇൻ്റർവ്യൂ ചെയ്ത ആൾ ചോദിക്കണ്ടേ, മനോരമയിൽ ഇൻ്റർവ്യൂ ചെയ്ത ആൾ ചോദിക്കണേ, കലാപസഭയുടെ അങ്ങനെയൊന്നും ഉണ്ടല്ലോ, അങ്ങനെയാണ് നിങ്ങൾക്ക് അയാളെ വിളിച്ചത് ചോദിക്കാൻ പാടില്ലെന്നൊരു ചോദ്യം. അത് മനോരമയിലെ ഷാനിയൊക്കെയാണ് ചോദിക്കും. ഇന്നലെ നട്ടലില്ലാത്ത ആൾ അവിടെ ഇരുന്നത്, അതങ്ങനെ തന്നെ പറയാനേ പറ്റുള്ളൂ. അതൊരു ആർട്ടിഫിഷ്യലായിട്ടൊരു ഇൻ്റർവ്യൂ, അതിനൊന്നും നമ്മൾ കാര്യമാക്കണമല്ല. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ആ ഒരു ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. മുമ്പോട്ടുള്ള യാത്രയിൽ ഇതിനൊരു അറ്റം കാണുന്നുള്ള ലക്ഷ്യത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഇടയിൽ 1-2 കമന്റുകളിൽ ഞാൻ കണ്ടൊരു കാര്യമാണ്, ഇതൊരു സെറ്റിൽമെന്റ് കേസിലേക്ക് പോകാനുള്ള നീക്കുപോക്ക് ആണോ എന്നൊരു പല ചോദ്യങ്ങളും വരുന്നുണ്ട്. എന്താ സെറ്റിൽമെന്റ്? അല്ല, അത് പറഞ്ഞാൽ ഞാൻ അല്ല, ഇതില് അവരുദ്ദേശിക്കുന്നത് ഞാൻ ഒരിക്കലും അങ്ങനെ കേൾക്കുമ്പോ നമുക്ക് ഇത്രയും മനസ്സിൽ ഞാൻ കണ്ടതൊരു കാര്യം, ഒരു കാഴ്ചയാണ്, ഞാൻ അതിന്റെ സത്യത്തിന് വേണ്ടി പോരാടുമ്പോൾ ഇങ്ങനെയുള്ള കമന്റുകൾ വരുമ്പോൾ അതിനോട് എന്താ പറയാനുള്ളത്? അതായത് ഇത് പൈസയ്ക്ക് വേണ്ടിയിട്ട് ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു നാടകമാണെന്നാണല്ലോ ഇവർ പറഞ്ഞു വരുന്നത് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുമ്പോൾ നമുക്ക് അവരോട് പറയാനുള്ളത് എന്താ? അല്ല, ഞാൻ പറയട്ടെ, എന്തായിരിക്കും ഏകദേശം ഒരു പൈസ തന്നെ, പൈസ എത്ര രൂപയായിരിക്കും? അല്ല, നിങ്ങൾ ചുമ്മാ ഒന്ന് പറഞ്ഞു, വെറുതെ ഒരു ഇത്ര രൂപ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും, ചുമ്മാ ഒന്ന് പറഞ്ഞു, വെറുതെ ഒന്ന് കേൾക്കാൻ വേണ്ടിട്ട്, നമ്മൾ തർക്കത്തിനല്ല. അല്ല, സെറ്റിൽമെന്റ് അതെനിക്ക് അല്ല, എന്നാൽ ചുമ്മാ ഒരു ഉദാഹരണം പറഞ്ഞു. അല്ല, അവര് പറയും ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു കോടികളായിക്കോട്ടെ, എത്ര കോടി ഉണ്ടാവും? ഒരു 5 കോടി 10 കോടി 5 കോടി 5 കോടിയിൽ ഉറപ്പിച്ചല്ലോ. 5 കോടിയിൽ ഉറപ്പിച്ചു. 25 കിലോ സ്വർണത്തിന് ഇപ്പൊ എത്രയുണ്ട് വില? അതിന്റെ ഇരട്ടി 30-35 കോടി രൂപ ഉണ്ടാവില്ലേ വില? ഉണ്ടാവില്ലേ? 25 കിലോ സ്വർണത്തിന്. ഒരു ആഴ്ച 9-10 ദിവസം മുമ്പ് ഞാൻ ഇവിടെ ഇല്ലാണ്ടിരുന്ന സമയത്ത് എൻ്റെ പേഴ്സണൽ സ്റ്റാഫ് ഉണ്ട്, രേഖ എന്ന് പറഞ്ഞു, അവരാണ് എൻ്റെ പേഴ്സണൽ സ്റ്റാഫ്. അവരുടെ അടുത്ത് വന്ന് രണ്ടുപേരും ഒരു പ്രീമിയം വണ്ടിയിൽ വന്ന് ഇറങ്ങിയിട്ട് ജെന്റിൽമാൻമാരായിട്ട് രണ്ടുപേരും വന്നിട്ട് സോബി ഇവിടെ ഉണ്ടോയെന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. സാറ് പുറത്ത് പോയേക്കുക, 2 ദിവസം കഴിഞ്ഞ് വരുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ കയറാൻ നേരത്ത് സ്റ്റാഫ് ഓഫീസിലേക്ക്, രേഖ ഓഫീസിലേക്ക് കയറി പോകുന്നു. അപ്പോൾ അവർ പുറകെ വന്നിട്ട് ചെറിയൊരു ബാഗ് തുറന്നിട്ട് പറഞ്ഞു, ഇതൊന്ന് വാങ്ങിച്ചിട്ട് ഈ കാര്യങ്ങളൊന്ന് സൈലൻ്റ് ആവാൻ പുള്ളിനൊന്ന് ഉപദേശിക്കാൻ പറഞ്ഞു. പുള്ളിക്കാരത്തേക്ക് ഇത് തുറന്നു കണ്ടപ്പോൾ ഇതെന്നാന്ന് മനസ്സിലായില്ല സത്യം പറഞ്ഞ്. ഈ നമ്മുടെ 501 ബാർ സോപ്പ് കണക്കുള്ള ചെറിയ കട്ടകൾ ഇരിക്കണമാതിരി അവർക്ക് തോന്നി. അവർക്ക് അതിലൊന്നും തോന്നിയില്ല. ഇതങ്ങ് പോയി കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാർക്ക് തലയ്ക്ക് കത്തി ഇത് ബിസ്ക്കറ്റാണുള്ളതെന്ന് തോന്നി, ഗോൾഡ് ബിസ്ക്കറ്റാണുള്ളതെന്ന് തോന്നിയത്. 25 കിലോ ഇത് ഒരാഴ്ചത്തെ 1.5-10 ദിവസം അത്രയെങ്കിലും ആയിട്ട്, 10 ദിവസം താഴെ ആയിട്ടുള്ളൂ. വണ്ടി നമ്പർ നമുക്ക് അല്ല, അങ്ങനെ നോക്കിയില്ല, അവർ കയറിപ്പോയി. പിന്നെ ബാക്കി നമ്പറൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ നമ്മളത് പിടിച്ചു പോയിട്ട് എന്ത് ചെയ്യാനാ? ശരിക്കും അപ്പൊ അത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ ഏത് അന്വേഷണ ഉദ്യോഗസ്ഥരെ എടുത്ത് കൊടുക്കും? അല്ല, അതൊന്ന് പറഞ്ഞ്, ഇതിനേക്കാളും വലിയ ക്രൈം ഇവിടെ വന്നിട്ട് ആളെ പിടിച്ച് കൈ കൊടുത്തിട്ട് ഇവരത് അന്വേഷിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായോ? നമ്മളെ കൊല്ലാൻ വന്ന ആൾക്കാരെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് ഇവർ പിടിച്ചിട്ടില്ല. പിന്നെയാണ് ഇനി ഇതിൻ്റെ പുറകെ പോണേ. വലിയൊരു സ്വർണ്ണം കിട്ടും വന്ന് അവനവൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് വയ്ക്കും. അങ്ങനെയൊന്നും മോഹന വാഗ്ദാനങ്ങളിലൊന്നും നമ്മൾ വീഴില്ല. അങ്ങനെ വീഴുവാണെങ്കിൽ ഞാൻ നാളെ ഈ സാധനത്തിൽ നിന്ന് പിന്മാറിയെന്ന് നിങ്ങളൊരു വാർത്ത കേൾക്കില്ലേ? അല്ല, ഇനിയിപ്പോൾ നിങ്ങളൊരു ഇന്റർവ്യൂവിന് ഇന്നലെ എന്നെ വിളിച്ചു. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എറണാകുളത്ത് നിന്ന് പോകുന്നു, അല്ലെങ്കിൽ നിൽക്കാറുന്ന് 10 പോകുന്നപ്പോൾ അല്ലേ. അപ്പോൾ രാവിലെ അങ്ങനെയാണ് ഇന്ന് വരാം, എനിക്ക് ഇവിടെ ഓഫീസിൽ കുറച്ച് ജോലിയുണ്ട്, അപ്പോൾ നിങ്ങൾ വരാമെന്ന് ചോദിച്ചു. നിങ്ങൾ വന്നപ്പോൾ ഞാൻ എന്തെങ്കിലും മടി പറഞ്ഞോ നിങ്ങളുടെ അടുത്ത്? അയ്യോ, എനിക്ക് സമയമില്ല. അപ്പം ഞാൻ പൈസ മേടിച്ചാണ്, അതേ മോനെ എനിക്ക് സമയമില്ല കേട്ടോ, ഞാൻ 2 ദിവസം കഴിയട്ടോ എന്നല്ലേ പറയുള്ളൂ. ഏതെങ്കിലും ഒരു ചാനലുകാരോട്, ആരെങ്കിലും പത്രക്കാരോട് ചോദിച്ചേക്ക്, എന്നെ എപ്പോഴെങ്കിലും ഏതെങ്കിലും സമയത്ത് വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇന്റർവ്യൂ കൊടുക്കാൻ മടി ഉണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചേക്ക്. ഇതൊക്കെ പൈസ മേടിച്ച് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ ഇന്നലെ പൈസ ഇത് മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വരുമ്പോൾ നമ്മളിപ്പോൾ ഈ സംസാരം ഉണ്ടാവില്ല. അങ്ങനെ നിങ്ങൾ ഒരിക്കലും കേൾക്കില്ല. ഈ കലാഭവൻ സോവി എന്ന് പറഞ്ഞ ആളെ കുറിച്ച് ഞാൻ ആ പൈസ മേടിച്ചു, ഇങ്ങനെ കേസ് മാറ്റിന്ന് കേൾക്കില്ല. എന്ന് വെച്ചാൽ പൈസയ്ക്ക് ആവശ്യമില്ലാത്ത ആളെന്നല്ല പറയുന്നത്. സാധാരണക്കാരെ പോലെ എനിക്കും പൈസയ്ക്ക് ആവശ്യം, അല്ലെങ്കിൽ അത്യാവശ്യമുള്ള ആൾ തന്നെയാണ്. പക്ഷേ ഞാൻ അത് ഒരിക്കലും ചെയ്യില്ല. ആബേലച്ചൻ എന്ന് പറഞ്ഞ ഒരു വടവൃക്ഷത്തിൻ്റെ കീഴിൽ ഞാൻ ജീവിച്ചു വന്നാണ്. 13 വയസ്സിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നാണ്. അദ്ദേഹം ചില നന്മകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ നിന്ന് വ്യതിചലിച്ച് ഞാൻ ഒരിക്കലും ഒരു സ്ഥലത്തേക്ക് ഞാൻ പോവില്ല. ഓക്കെ, നമുക്ക് നമ്മൾ അത് അംഗീകരിക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, അപ്പൊ പക്ഷെ ഇങ്ങനെ വരുന്ന തെളിവുകൾ നമ്മളത് ശേഖരിച്ച് വെക്കല്ലേ ചെയ്യേണ്ടത്? നമ്മൾ സത്യത്തിന് വേണ്ടി ഇപ്പൊ ഒരു ഫയൽ നിറച്ചും അതിലുണ്ട് എല്ലാം ഉണ്ട്. അപ്പൊ ഇപ്പൊ ഇതേപോലെ ആളുകൾ നമുക്ക് ഓരോ
എന്തായാലും ഒരു 25 കോടി അല്ലെങ്കിൽ ഒരു 25 കിലോ സ്വർണമായിട്ട് നമ്മുടെ അടുത്ത് വരുന്ന അയാൾ വെറുതെ വരുന്നതല്ല, എന്തോ മനസ്സിൽ ഉദ്ദേശിച്ചിട്ട് തന്നെ വരുന്നത്. ഇതിൽ നിന്ന് പിന്മാറാൻ പറയുന്നത് ഒരിക്കലും നല്ലതിന് വേണ്ടിയിട്ടല്ല ആയിരിക്കില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ വണ്ടിയുടെ നമ്പറും ഇതൊക്കെ നമ്മുടെ റെക്കോർഡിക്കലായി എല്ലാ റെക്കോർഡിക്കലുണ്ട്. ഇതിനു മുമ്പ് കൊടുത്തിട്ടുണ്ട് നമ്മള്. ഞാൻ ഇതേപോലെ ഇതിനു മുമ്പ് ഇതേപോലെ ഓഫർ വന്നിട്ടുണ്ട്, വധഭീഷണി വന്നിട്ടുണ്ട്, വധിക്കാൻ വന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് നമുക്കിനി സിനിമ എടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഗതികേടിനെ സിനിമ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഈ ഗതികേട് എന്ന് പറഞ്ഞ ഗതികേടിന് സിനിമ എടുക്കുകയാണെന്ന് ചോദിക്കുമ്പോൾ ആൾക്കാർ ചിരിക്കേ. കാരണം നമുക്ക് സത്യങ്ങൾ ഇനി വിളിച്ചു പറയാനായിട്ട് വേറൊരു ബിഗ് സ്ക്രീൻ എന്ന് പറഞ്ഞ വലിയ സ്ക്രീൻ അത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ നടന്ന സംഭവങ്ങളെ നമ്മൾ പറഞ്ഞാൽ അതിനകത്ത് ഒരു സാധനം നമ്മൾ കൊഴുപ്പ് ചേർത്തിട്ട് വെക്കാൻ ഉദ്ദേശിച്ച സംഭവങ്ങളെല്ലാം നമ്മുടെ കലാസൃഷ്ടിയിലൂടെ ആളുകൾക്ക് ഇതാണ്. അതല്ലാണ്ട് ഇനി എന്താ ചെയ്യാ? ഇനി ബ്രെയിൻ മാപ്പിങ് ഇത് ഏത് കാലത്ത് ഇവർ ഓർഡർ തരുമെന്നാണ് നമുക്ക് വിചാരിക്കാൻ പറ്റണത്, ഏത് കാലത്ത് കിട്ടുമെന്നാണ് നമുക്ക് അറിയാൻ പറ്റണത്. അപ്പം തെളിയിക്കാണ്ടൊന്നും പോകാൻ പറ്റില്ല. ഇങ്ങനെ ഞാൻ പൈസ മേടിച്ചെന്ന് എന്തായാലും നിങ്ങൾ കേൾക്കില്ല. ഒരിക്കലും നമ്മളതങ്ങനെ പറയുന്നില്ല. അല്ലല്ല, ഞാൻ പൈസ മേടിച്ച് കേസിൽ സെറ്റിൽമെന്റ് എന്നുള്ള എന്റെ ഭാഗത്ത് ഇത്ര 6 വർഷം കാത്തിരിക്കേണ്ട ആവശ്യം വരില്ലെന്നാണ്. ഒരിക്കലും അത് മേടിക്കാനാണ് നേരത്തെ മേടിക്കാം. അപ്പൊ എന്തായാലും എനിക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ പല കാര്യങ്ങൾ ഇപ്പൊ ആളുകൾ നേരിട്ട് പോയി, ഇതൊരു സിനിമയല്ല, ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇതൊരു യഥാർത്ഥ സത്യത്തിലേക്ക്, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു സത്യത്തിലേക്ക് എത്താത്തത് എന്താന്ന് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. അപ്പോ അതെന്തായാലും ആ ഒരു ചോദ്യചിഹ്നം എത്രയും പെട്ടെന്ന് ഇപ്പോ നമ്മൾ പറഞ്ഞ മാതിരി ബ്രെയിൻ മാപ്പിംഗ് തീരാവുന്ന പ്രശ്നമുള്ളൂ. ബ്രെയിൻ മാപ്പിംഗിൽ അത് പബ്ലിക് ആയിട്ട് വെല്ലുവിളിച്ച് തന്നെയാണ് പറയുന്നത്. ഞാൻ അതിന് തയ്യാറാണ്. വെല്ലുവിളിയല്ല, ഞാനത് വെല്ലുവിളി എന്നൊന്നും നിങ്ങൾ കൂട്ടണ്ട. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അമാനുഷികനൊന്നും അല്ല ഞാൻ. എന്റെ നിസ്സഹായ അവസ്ഥയായിട്ട് നിങ്ങൾ കൂട്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ജനങ്ങളിലേക്ക് എത്താനായിട്ടുള്ള ഒരു നിസ്സഹായ അവസ്ഥ. അതല്ലെങ്കിൽ നമ്മൾ ബോധം കെട്ട് കിടക്കുമായിരിക്കും. ഈ സമയത്ത് എന്താ കൊടിയ ഇഞ്ചക്ഷൻ ബോധം കെട്ട് കൊടുക്കരുത്. പിന്നെ 4 ദിവസം കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ആവുള്ളൂ എന്നാണ് കേൾക്കണത്. അപ്പോഴും നമ്മൾ റിസ്ക് എടുക്കണേ. ഈ ബ്രെയിൻ മാപ്പിങ്ങിന് ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് മരണം വരെ സംഭവിക്കാം. അതുവരെ ഉണ്ട് ഇതിനകത്ത്. ആ റിസ്ക് ഒന്നും എനിക്ക് പ്രശ്നമേ അല്ല. നമ്മൾ പറയാനുള്ളത് അത്. അല്ലെങ്കിൽ ബ്രെയിൻ മാപ്പിംഗ് കഴിച്ച് ഇറങ്ങി വരുമ്പോഴത്തേനും ഇവന്മാരോട് പത്രക്കാർ എന്തായാലും ഫ്രണ്ടിൽ ഉണ്ടാവില്ല. എന്തായി ബ്രെയിൻ അയാൾ പറഞ്ഞൊന്നും കാര്യമില്ല കേട്ടോ, അതൊക്കെ വെറുതെ നുണയാന്ന് പറഞ്ഞു, അതിലൊന്നും ഒരു കാര്യമില്ല, വെറുതെ പറഞ്ഞാന്ന് പറയും. അപ്പൊ തന്നെ കോടിക്കണക്കിന് ആൾക്കാർ കാണും. ആ കാഴ്ചക്ക് ഞാൻ ഇനി നിൽക്കില്ല. കാരണം ഞാൻ പറയണത് എന്തായാലും കേട്ടോട്ടെ. ഇനിയിപ്പോ നിങ്ങൾ പറഞ്ഞ മാതിരി ഞാൻ സ്വപ്നം കണ്ടാണോ, ഞാൻ ഇത് വെറുതെ പറഞ്ഞാണ്, എന്താണെങ്കിലും എല്ലാവരും ലൈവായിട്ട് കണ്ടോട്ടെ. അത് ചെയ്യുള്ളൂ. കാരണം ലൈവ് ഇല്ലാണ്ട് ഞാൻ ചെയ്യില്ല. കാരണം വെച്ചാൽ എന്റെ നിസ്സഹായ അവസ്ഥയായിട്ട് പറഞ്ഞു. ഞാനത് ആരും വെല്ലുവിളിക്കാനല്ല. ഞാൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, 6 വർഷം ഇതിന്റെ പുറകെ, 1-2 ദിവസമല്ല, 6 വർഷമാണ് ഇതിന്റെ പുറകെ നടക്കുന്നത്. അപ്പൊ നമുക്ക് അതല്ലാണ്ട് ഇനി വഴിയില്ല. അതാണ് 6 വർഷം കൊണ്ട് നഷ്ടങ്ങൾ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട്. ഒരാള് ഇറങ്ങി തിരിച്ചിട്ട് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ഇപ്പോഴും ആ ഒരു അഭിപ്രായത്തിൽ ആ കണ്ട ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇതുവരെയായിട്ടും അതിനൊരു ഉത്തരം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്താണ് പറയണതെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ എന്താണെങ്കിലും സാർ, ഇപ്പൊ സാറിന്റെ മനസ്സിൽ സാറിന്റെ കൂടെ സത്യമുണ്ടെങ്കിൽ അത് തെളിയിക്കണം, അത് തെളിയിക്കപ്പെടണം. എന്തായാലും നമുക്കൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിലാണ് നമ്മൾ എല്ലാവരും വിശ്വസിച്ചത്. നിയമപരമായിട്ടാണെങ്കിലും എല്ലാത്തിലും സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റമാണ് നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തെളിയിക്കപ്പെടുന്നവരെ നമ്മൾ വിശ്വസിക്കുന്ന ഒരു സിസ്റ്റത്തിലാണ്. തീർച്ചയായിട്ടും. അപ്പോ അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അവർ പറയുന്നത് അവരുടെ ഭാഗത്തു നിന്ന് ചെയ്യുന്നതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ്. അവരുടെ ഭാഗത്തു നിന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന അവർ പറഞ്ഞിട്ടേ എല്ലാവർക്കും ചെല്ലിനോടത്തൊക്കെ മൊഴി കൊടുത്തു. ഞങ്ങൾ അന്വേഷണത്തിൽ നിങ്ങളൊക്കെ എന്തെന്നായി പറയണേ. ഞാൻ പറയട്ടെ, അവരുടെ അന്വേഷണം എങ്ങനെയാന്ന് പറയട്ടെ. ക്രൈംബ്രാഞ്ചുകാർ അല്ലെങ്കിൽ CBI അവരുടെ വീട്ടിൽ വിളിക്കും. ഇന്ന് ഫ്രീ ആണോ നിങ്ങൾ? അപ്പൊ ഞങ്ങളൊരു 2 മണിയാണെങ്കിൽ ഫ്രീയാ. CBI എങ്ങനെയാണ് പറഞ്ഞത്? ഓഫീസിലേക്ക് വരാൻ പറഞ്ഞത്. എന്താണ് പറഞ്ഞാൽ പറ്റില്ലാത്ത? അപ്പൊ അവരൊരു സംശയത്തിന്റെ നേരിൽ നിൽക്കുന്ന ഒരാളാണ്. ഓഫീസിലേക്ക് വരാൻ പറഞ്ഞാൽ എന്താ വിളിപ്പിക്കാത്ത? അവർക്കിപ്പോൾ എന്ത് സിക്കായിട്ടാണ് നിങ്ങൾ ഇന്നലെ കണ്ടത്? എന്ത് സിക്കുണ്ട് അവർക്ക് ഇന്നലെ കണ്ടിട്ട്? അവരുടെ ബോഡി ലാംഗ്വേജ് കണ്ടിട്ട് എന്താ മനസ്സിലാവണത്? ഇവർ വിളിച്ചു ചോദിക്കും, അവരെ വീട്ടിൽ ചെല്ലും, എല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്യും, ഇവർ മൊഴി എടുത്തിട്ട് വരും. ഇത് തന്നെ നടന്നിട്ടുള്ളൂ. അല്ലാണ്ട് അവരെല്ലാത്തിനും സഹകരിക്കണം എന്ന് പറയാം. ഞാൻ പട്ടി പോണമാതിരി പോവുക ഇതിനൊക്കെ എല്ലാത്തിനും. 47 പ്രാവശ്യം തിരുവനന്തപുരത്ത് പോയിട്ട് കണക്കല്ല പോയതിന്റെ ബുദ്ധിമുട്ടൊന്നല്ല പറഞ്ഞത്. ഞാൻ ഇത്രയും ത്യാഗം സഹിച്ച് ഇതിനെ നടക്കട്ടെ, ഇത് തെളിയിക്കും, ഒരു സംശയം വേണ്ട അതിനകത്ത്. അത് ഒരു വാർത്താ സമ്മേളനം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് കലാപഗോപി പേടിച്ച് അടച്ചിരിക്കാനൊന്നും പോകുന്നില്ല. അവർക്ക് ചെയ്യാൻ പറ്റുന്ന എന്നാ ചെയ്തോട്ടെ. തീർച്ചയായും. എന്തായാലും ഞങ്ങളും ഇതിൽ ഒരു ഉത്തരം കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. എന്തായാലും സത്യം എന്താണെങ്കിലും തെളിയിക്കപ്പെടണം. അത് എന്താണെങ്കിലും നമ്മൾ ആ സത്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യണം. ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നതെന്ന് പറയുമ്പോൾ
പലർക്കും പല ചിന്തകളും, പലരും മാറി ചിന്തിച്ചു തുടങ്ങി. പണ്ട് ചീത്ത പറഞ്ഞവര് ചിലപ്പോൾ കൂടെ നിൽക്കുന്നുണ്ടാവും. എന്താണെങ്കിലും എന്തൊക്കെ മുമ്പിൽ വന്നാലും ആ സത്യത്തില് ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. അത് തെളിയിക്കുന്നവരെ അതിനുവേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. നഷ്ടങ്ങൾ മാത്രമേ ഒരു ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. ആ കണക്കൊന്നും നമ്മൾ നോക്കുന്നില്ല. അപ്പൊ എന്തായാലും ഞങ്ങളും അതേപോലെ വെയിറ്റ് ചെയ്യാണ്. ഇതേപോലെ തന്നെ രശ്മിക്കും ഇതേപോലെ എന്തെങ്കിലും തുറന്നു പറയാനുണ്ടെങ്കിൽ, ഒരു ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും രശ്മിയുടെ ഒരു ഇന്റർവ്യൂ എടുക്കുന്നതായിരിക്കും. അത് കഴിയുമ്പോൾ എന്നോടും ചോദിക്കണം. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഈ ഒരു സത്യം, കാരണം നമുക്ക് വിഷമകരമായൊരു സംഭവം, നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു കലാകാരൻ ഇപ്പോഴും എന്താണെന്ന് പോലും അറിയാതെ നിൽക്കുന്നതാണ്. ഇതുവരെ കേസ് ക്ലോസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് 6 വർഷമായിട്ട്. അപ്പൊ നമ്മൾ എല്ലാവരും അതിനൊരു ഉത്തരം കിട്ടാൻ വേണ്ടി എത്രയും പെട്ടെന്ന് എന്താണെങ്കിലും സത്യം തെളിയിക്കട്ടെ. ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യാണ്. നമുക്ക് എന്തായാലും വീണ്ടും കാണാം. നമസ്കാരം.